بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ബഹുമാന്യരായ അമൽ ഉസ്താദ് ജാഫർ നിസാമി ഓസ്ട്രേലിയ, മറ്റ് ബഹുമാന്യരായ ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ അൽ ഇഹ്സാൻ സ്ഥാപനത്തിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാമതൊരു തവണ കൂടെ നിങ്ങളുടെ കൂടെ സംഗമിക്കാൻ സാധിച്ചു. അള്ളാഹു ഇതൊരു നല്ല സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിർമ്മാണാത്മകമായ ഒരു ഉത്തരവാദിത്വമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട് കാണുന്ന സർവമാന പ്രശ്നങ്ങളുടെയും നല്ലൊരു പരിഹാരം, പ്രായോഗിക പരിഹാരം, അത് പാരന്റിങ്ങിലൂടെയാണ് നടപ്പിലാകാനിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയതും ഈ ഒരു മേഖലയിലൂടെയായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ പ്രായോഗികതക്ക് മുൻഗണന നൽകേണ്ട ഒരു വിഷയവുമാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്, വ്യത്യസ്ത ഘട്ടങ്ങളിലായി രക്ഷിതാക്കളാണ് ഈ വിഷയത്തിന് മുൻഗണന നൽകേണ്ടത്. ഇത് ഞാൻ പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് പലതരം ആശങ്കകളൊക്കെ ഉണ്ടാകും. ആശങ്കകളൊക്കെ നിങ്ങൾക്ക് തുറന്ന് പങ്കുവെക്കുകയും നമുക്കതിലെല്ലാം ഇടപെടാം. ഞാനൊരു ഏകപക്ഷീയമായ പറച്ചിലുകാരനാകുന്നതിന് പകരം പരസ്പരം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞും കേട്ടും നമുക്കൊന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷം ഒരു നല്ല ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്ന ശൈലിയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആശങ്കകളെല്ലാം തുറന്നു പങ്കുവെക്കാൻ നിങ്ങൾക്ക് അവസരം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. കാരണം ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ അതിനൊരു ട്രഡീഷണൽ മീനിങ് ഉണ്ടാവും. അതായത് പഴയകാലത്തെ നമ്മൾ പറഞ്ഞു വരുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവും. ഉദാഹരണത്തിന്, പാരന്റിങ് നന്നായാലാണ് മക്കളുടെ ഈ പ്രശ്നങ്ങളിലൊക്കെ നല്ലൊരു പരിഹാരം ഉണ്ടാകുന്നത്. പാരന്റിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴാണ് വിഷയങ്ങളിൽ അപാകത വരുന്നത് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ മീനിങ് എന്താണ്? നമ്മളൊരു കുറ്റം ചെയ്യുന്നു എന്നാണ്. നമ്മൾ അങ്ങനെ പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഓരോരുത്തരും അവനവന്റെ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആ അറിവിൽ ഇത് വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ബോധ്യത്തിൽ ഇത് വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ശുഊർ, ഒരു ഓർമ്മയിൽ ഇത് വരാത്തത് കൊണ്ട് മാറിപ്പോകുന്നു. അവിടെ ബോധപൂർവം മക്കള് ദുഷിക്കാൻ വേണ്ടി ഒരു രക്ഷിതാവും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുന്നു എന്ന് കേൾക്കാതിരിക്കുക, പകരം പരിഹാരമുണ്ട് എന്ന് കേൾക്കുക. കഴിഞ്ഞതിന്റെ പേരിൽ ദുഃഖിച്ചിരിക്കാനല്ല നാം ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാം തന്നെ നമുക്ക് തൗബ എന്ന് പറഞ്ഞാൽ ദുഃഖിച്ചിരിക്കലാണോ? ദുഃഖിച്ചിരിക്കൽ ഗിൽറ്റാണ്. ദുഃഖിച്ചിരിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അന്നദം എന്ന് പറഞ്ഞാൽ അത് തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിയുന്ന ഒരു സങ്കടം, അതേ വേണ്ടു. അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിരിക്കാൻ പറയുന്നുണ്ടോ? ഇല്ല. മറിച്ച് നാം ആ ഒരു സംഗതിയല്ല നമുക്ക് വേണ്ടത്, മറ്റൊന്നാണ് വേണ്ടത് എന്ന് തിരിച്ചറിയുക, അത് പ്രവർത്തിക്കുക, അതിലൂടെ മുന്നോട്ട് പോവുക. ഇതിലൊരു ചെറിയൊരു വിഷയം കിടക്കുന്നത് പലപ്പോഴും അഭ്യസ്ത വിദ്യരും അതുപോലെ സർവവ്യാപകമായി സാധാരണക്കാരുടെ ഇടയിലൊക്കെ നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ അപാകതയുള്ള റൂട്ടാണ് ശരി എന്ന് നമ്മളങ്ങ് വിശ്വസിക്കും. എന്നിട്ട് അത് വിശ്വസിച്ചതിന് ശേഷം അതിന്റെ രണ്ടാം കഥയ അതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. അപ്പോ പരിഹാരങ്ങളുടെ അധ്യായം അടഞ്ഞു കിടക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ട് പരിഹാരങ്ങളിലേക്ക് പോവുക. പരിഹാരം യഥേഷ്ടം ലഭ്യമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതിനൊന്നാമത് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ മക്കൾ നല്ലവരാണ്. മക്കൾ ജനിച്ചു വീഴുന്നത് നല്ലവരായിട്ടാണ്. അവർ വളരുന്നതും നല്ലവരാകാൻ സന്നദ്ധതയോടെയാണ്. അവർ പല കാര്യങ്ങളും
അത് അബദ്ധമാണെങ്കിൽ പോലും ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഇന്റൻഷൻ, ആദ്യ ഉദ്ദേശ്യം ശരിയുമായിരിക്കും. ആദ്യ ഉദ്ദേശ്യത്തിന് വേണ്ടി സ്വീകരിക്കുന്ന വഴികൾ, അതിനുള്ള ത്വരീഖ്, അതിനുള്ള സബീൽ, അത് ചിലപ്പോഴൊക്കെ മാറിപ്പോകുന്നു. അത് മാറിപ്പോകുന്നു. അപ്പൊ എന്താ വേണ്ടത്? അതിന്റെ ശരിയായ വഴി അതല്ല, ഇതാണ് എന്ന് ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഈ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സമയത്തും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചാൽ മതി. എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഡീസന്റ് ആയിട്ടാണ്, വളരെ സഭ്യമായാണ് അവരോട് പെരുമാറേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും. ആ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകും എന്നതാണ് ശരി. ആ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ അവിടെ പരിഹാരം ഉണ്ടാകും. ഉദാഹരണം, പല മക്കൾക്കും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുമ്പോ അതൊരു രക്ഷിതാവ് എങ്ങനെയാ ചൂണ്ടിക്കാണിക്കുക? അപ്പോ ഒരു കുട്ടി ഒരു ദിവസം ചെയ്യുന്നത് ഒരു തെറ്റ്, ആ ചെയ്യുന്നത് തെറ്റ് ഷൗട്ട് ചെയ്ത് ചൂണ്ടിക്കാണിച്ചാൽ റിസൾട്ട് ഉണ്ടാവും. ഞാൻ അനുഭവങ്ങളിലൂടെ തന്നെ പറയുമായിരുന്നു, കൂടുതൽ അതൊരു സുഖം ഉണ്ടാകും. ഒരു രക്ഷിതാവ്, ആ രക്ഷിതാവിന്റെ പരാതി എന്താണ്? എൻ്റെ ഒരു ചെറിയ മോളുണ്ട്. ആ ചെറിയ മോള് ഒരു സെക്കൻഡ്, ഞാനൊന്ന് സൈലന്റ് ആകുന്നുണ്ട്, ബേജാറാണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആർക്കെങ്കിലും കയ്യബദ്ധം കൊണ്ട് അതും ഇതും വരഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ട് ഒരു ചെറിയ മോളുണ്ട്. ചെറിയ മോള് പിന്നെ മോളെ വിഷയത്തിൽ ഒരു പരാതി വന്നു. എന്താണ് പരാതി? മോള് പറയുന്നു, ഉപ്പയാണ് പറയുന്നത്, ഉപ്പാനെ ഇഷ്ടമാണ്, ഉമ്മയെ ഇഷ്ടമില്ല എന്ന് പറയുന്നു. അപ്പൊ അത് വീട്ടില് ക്രമേണ അതൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. എന്താ? കൂടുതൽ സമയവും ഈ കുഞ്ഞിനെ പരിചരിക്കുന്നതും കൂടുതൽ അധ്വാനിക്കുന്നതും ഉമ്മയാണ്. ആ ഉമ്മയെ പരിഗണിക്കാതെ ചെറിയ കുഞ്ഞ് ചെറിയൊരു സമയത്തെ പെരുമാറ്റത്തിനിടയിൽ പിതാവിനോട് പറയുന്നു, എനിക്ക് ഉപ്പ ഇഷ്ടമാണ്, ഉമ്മയെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. എന്നാൽ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് പറയലായിരിക്കും. എന്താ? പല വീഡിയോകളൊക്കെ കാണാം. ആരെ കുളിപ്പിച്ചത്? ഉമ്മ. ആരാ ഭക്ഷണം ഉണ്ടാക്കിയിട്ടത് കഴിപ്പിച്ചത്? ഉമ്മ. ആരാണ് പിന്നെ ഡ്രസ്സ് അലക്കി കൊടുത്തത്? ആരാണ്? ഉമ്മ. അത് അയൺ ചെയ്ത് കൊടുത്തത് ആരാണ്? ഉമ്മ. അത് ഇടിച്ചു കൊടുത്തത് ആരാണ്? ഉമ്മ. ഡ്രസ്സ് ധരിപ്പിച്ചു കൊടുത്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരോടാ ഇഷ്ടം? ഉപ്പയോട്. ഇങ്ങനെ പറയുന്ന ചില വീഡിയോസുകളൊക്കെ കാണാം. അത് ശരിയുമാണ്. എവിടെയാണ് മിസ്റ്റേക്ക്? എവിടെയാണ് മിസ്റ്റേക്ക്? നിങ്ങൾ ചെയ്യുന്നത് ഏത് മനോഭാവത്തോടെ എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, അവരോട് ബിഹേവ് ചെയ്യുന്നത് ഏത് സ്റ്റൈലിൽ എന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ തിരുത്ത് ആവശ്യമുണ്ടാകും. എപ്പോഴും മറ്റൊരാൾക്ക് നമ്മുടെ ബിഹേവിയർ നന്നായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ടോക്കിംഗ്, നമ്മുടെ ഫേസിങ്, ഇത് ഏത് മെന്റാലിറ്റിയോടെ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഒരു സോഷ്യൽ ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടി, ഒരു സാമൂഹ്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രഭാഷണം, അഥവാ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്ന ശേഷം മദീനയിലെ ആദ്യകാല ജീർണതകൾ കണ്ടപ്പോ അതിനെതിരെ സംസാരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു പ്രഭാഷണത്തിലെ ഒരു പ്രധാന മാറ്റർ എന്തായിരുന്നു? അഫ്സുസ്സലാമ ബൈനക്കും. നിങ്ങളുടെ ഫസ്റ്റ് ടോക്കിംഗ്, നിങ്ങളുടെ ആദ്യ സംസാരം എപ്പോഴും വളരെ ബ്യൂട്ടി ഉള്ളതായിരിക്കും, നല്ല സന്തോഷമുള്ളതായിരിക്കും, സമാധാനമുള്ളതായിരിക്കും. ഇതായിരുന്നു ആദ്യം തന്നെ നിർദ്ദേശം കൊടുക്കും. അതിന് വലിയ ചേഞ്ച് ഉണ്ടാക്കും. അതിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കിയെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കുഴപ്പക്കാരായിരുന്ന ഒരു സമൂഹത്തെ അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് പറയാൻ പറ്റുന്ന വിധം
അവരെ മാറ്റിയെടുക്കാനും ആർക്ക് കഴിഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സമീപനത്തിലൂടെ കഴിഞ്ഞു. അപ്പോ അതാണ് ഏറ്റവും നല്ല റൂട്ട്. അപ്പൊ മക്കൾക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും അവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റണം, അവരോട് എങ്ങനെ പെരുമാറാൻ പറ്റണം? വളരെ സൗമ്യമായി അവരോട് പെരുമാറാൻ നമുക്ക് കഴിയണം. അങ്ങനെ പെരുമാറാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്ക് ലവിങ് മീനിങ് ഉണ്ടാവുള്ളൂ. സ്നേഹം എന്നൊരു അർത്ഥം തോന്നണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. മനസ്സുകൊണ്ട് ചെയ്തിട്ട് പ്രവർത്തി ആ മനസ്സിനെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനൊരു സംഭവം കൂടെ ചേർത്ത് പറഞ്ഞിട്ട് പറയാൻ പോകുന്ന വിഷയം പറയാം. ഒരിക്കലും ഞാൻ ഒരു ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുകയാണ്. ലേഡീസ് ആണ് അതിൽ കൂടുതൽ. അവരിൽ ഒരുപാട് പേര് പലതരം പ്രശ്നങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഉറങ്ങാത്തതിന്റെ പേരിൽ അവരെ പരിചരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ജോലി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ജോലികൾ അഥവാ ഹോം വർക്ക് അറ്റ് ഹോം, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. അപ്പോ സിസ്റ്റത്തിന്റെ മുമ്പിൽ വന്നിരിക്കാൻ, ഇത് ഓണാക്കി വർക്ക് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകുന്നു, ജോലി നഷ്ടപ്പെട്ടു പോകുന്നു. എന്ത് ചെയ്യണം? പറഞ്ഞവരിൽ 99% ഫീഡ് ചെയ്യുന്ന മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളുള്ളവരാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങള് മുലയൂട്ടുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാറുണ്ടോ? യെസ് എന്നാണ് 100% ഉത്തരം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഉപേക്ഷിക്കുക. കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നത് ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും ആവുക. യെസ്, ഞാൻ ചാറ്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് വരാൻ അവസരം തരാം. ഞാനിപ്പം വായിക്കൂല, ഇപ്പൊ ഞാനത് മെയിൻ ചെയ്യാന്നിട്ട് ഇത് വേണ്ട. അതുകൊണ്ട് ഇപ്പോ പിന്നെ ചാറ്റ് ബോക്സിൽ ഇപ്പൊ ടൈപ്പ് ചെയ്യണ്ട, ലാസ്റ്റ് ഞാൻ സമയം പറയാം. അതും പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ ചെയ്താൽ മതി, കുറച്ചങ്ങോട്ട് എത്തിക്കും. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവരെ മുലയൂട്ടുന്ന സമയത്ത് അതൊരു ആസ്വദിച്ച് ഇഷ്ടത്തോടെ മനസ്സുകൊണ്ട് മുലയൂട്ടും. ഫോൺ ഒരു 2 മീറ്റർ അകലെ വെക്കുക. ഇതിനൊരു 1 മീറ്റർ ഉണ്ട്. ഒരു 2 മീറ്റർ അകലെ വെക്കുക. എന്നിട്ട് സൈലന്റ് ആക്കി വെക്കുക. വൈബ്രേഷനും വേണ്ട, ഫുള്ളി സൈലന്റ്. അങ്ങനെ സൈലന്റ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് കുഞ്ഞിനെ വളരെ ഇഷ്ടത്തോടെ ആസ്വദിച്ച് മുലയൂട്ടു. എന്നിട്ട് നിങ്ങൾ ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം പറയാം. ഒരു 3 ആഴ്ചയെങ്കിലും നമുക്ക് എടുക്കണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിവരങ്ങൾ പറയും. അപ്പോ അടുത്ത ആഴ്ചയിലെ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഫസ്റ്റ് ഫീഡ്ബാക്കുകൾ മെസ്സേജായി വരാൻ തുടങ്ങി, ചാറ്റ് ബോക്സിൽ വരാൻ തുടങ്ങി. എല്ലാവർക്കും പറയാനുള്ളത് ഒരേ മെസ്സേജ്. എന്താ? നേരത്തെ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടും കുഞ്ഞു ഉറങ്ങാതിരിക്കുകയും ഉറങ്ങിയാൽ തന്നെ ഉമ്മ എഴുന്നേൽക്കുമ്പോ തന്നെ കുട്ടി എഴുന്നേറ്റ് പോരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി എന്ന് മാത്രമല്ല, 10 മിനിറ്റ് കൊണ്ടൊക്കെ കുഞ്ഞു ഉറങ്ങുന്നു. അതും ഇഷ്ടം പോലെ ഉറങ്ങാണ്. വളരെ പ്രാക്ടീസ്. പിന്നെ ഒരുപാട് സമയം ഉറങ്ങുന്നു, നല്ല സ്വസ്ഥമാണ്, വർക്കൊക്കെ ഉഷാറായി നടക്കുന്നു. ഇത് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വേണം. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു, മനസ്സിലുള്ളത് വേറെ എന്തൊക്കെയോ ശുഗലുകളാണ്. അങ്ങനല്ല ചെയ്യേണ്ടത്, ആസ്വദിച്ചു കൊടുക്കും. രാവിലെ കുഞ്ഞിനെ ഫസ്റ്റ് മൂമെന്റ്, ആദ്യത്തെ കാഴ്ച കാണുമ്പോൾ തന്നെ പുഞ്ചിരിയോടെ, സ്നേഹത്തോടെ, ആഹ്ലാദത്തോടെ കാണുന്നു. ആദ്യ കാഴ്ച കാണുമ്പോൾ തന്നെ ഇഷ്ടത്തോടെ വാരിപ്പുണരുക, നല്ല സ്നേഹം കാണിക്കുക. എന്ത് കൊടുക്കും? ഭക്ഷണം കൊടുക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇഷ്ടത്തോടെ ചെയ്യുക. അങ്ങനെ ചെയ്തു നോക്കൂ, എല്ലാറ്റിനും പരിഹാരമാകും. അവർക്ക് ഇഷ്ടം ഉണ്ടാകും. ഇനി ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരാം. എന്താണ് ഈ പിതാവ് ചോദിക്കുന്നത്? ഈ കുട്ടി ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നമുണ്ട്. എന്താ? ഭാര്യയ്ക്ക് ഇപ്പൊ എന്നോട് അകൽച്ച വരാൻ തുടങ്ങി. ഭാര്യ പലതും പറയുമ്പോ കലഹിക്കുന്നു. അവസാനം കലഹത്തിന്റെ ഉറവിടം പരിശോധിച്ചു നോക്കുമ്പോ ഈ കുഞ്ഞിന്റെ വാക്കാണ്. എന്താ? എനിക്ക് ഉപ്പയോടാണ് ഇഷ്ടം. അപ്പോ എന്താണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ 3 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിനോട് പറയാ, ഉമ്മച്ചി നല്ലതാണ്, ഉമ്മച്ചിയല്ലേ ഡ്രസ്സ് ഇട്ട് തന്നത്, ഉമ്മച്ചിയല്ലേ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്, നല്ല ഫുഡ് കഴിച്ചില്ലേ, ഉമ്മച്ചിയല്ലേ മോളെ കുളിപ്പിച്ചു തരുന്നത്, ഉമ്മച്ചിയും നല്ലതാണ്. അപ്പോ കുട്ടി പറഞ്ഞു, നോ, അല്ല, ഉമ്മച്ചി എന്നെ ചീത്ത വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉമ്മച്ചി എന്നെ തല്ലാറുണ്ട് എന്ന് പറഞ്ഞു.
ശ്രദ്ധിക്കണം. തല്ലാതെ തന്നെ തല്ലി എന്ന് പറയും. നിങ്ങൾ വിചാരിക്കും കളവ പറയുന്നത്. അല്ല, അവർ പറയുന്ന സത്യമാണ്. എന്താ? തല്ലിയിട്ടില്ലെങ്കിലും തല്ലുന്ന മനസ്സോടെയാണ് നിങ്ങൾ അവരെ ഷൗട്ട് ചെയ്തത്. ആ ഷൗട്ട് ചെയ്യാൻ 1000 തല്ലിന്റെ ശക്തി ഉണ്ടാകും കുഞ്ഞുങ്ങൾ. ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ സമീപിക്കുന്ന ഓരോ സമീപനത്തിനും അടിയേക്കാൾ 1000 പ്രഹരശേഷിയുണ്ട് എന്നത് നമ്മൾ മറന്നുപോകും. ശീലമായതിന്റെ പേരിൽ അവർ പലപ്പോഴും അതിനെ നെവർ മൈൻഡ് ചെയ്യുന്നുണ്ടാകാം. അവർക്ക് നോവുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയും, ഉമ്മച്ചി എന്നെ തല്ലുന്നു എന്ന് പറയും. അതുകൊണ്ട് കളവ് പറയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അവർ പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് എവിടെ മാറണം, എവിടെ മാറണം. അപ്പോ ഈ രക്ഷിതാവ് എന്നോട് പറഞ്ഞു, അപ്പോഴും മോൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞോ, നിങ്ങളോട് ഞാൻ ആൻസർ നോക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കുട്ടിയോട് വളരെ ശാന്തമായി പറയൂ. കുട്ടിയുടെ റിയാക്ഷൻ ആയിട്ടില്ല. 4, 5, 6 ദിവസം കഴിഞ്ഞില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു, സംഭവം റെമഡിയാട്ടോ. എന്താ? ഈ കുട്ടി 2 ദിവസം കഴിഞ്ഞ്, 2-3 ദിവസം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇയാളെടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ പറഞ്ഞു, എനിക്ക് ഉപ്പച്ചി ഇഷ്ടാണ്, ഉമ്മച്ചി ഇഷ്ടാണ്, ഇക്കാക്കെ ഇഷ്ടാണ്. അപ്പോ കുട്ടി പഠിച്ചു. അപ്പൊ നമ്മൾ ഒരു കുട്ടിയോട് ഒരു കാര്യം പറയുമ്പോൾ ഓൺ സ്പോട്ട് റിയാക്ഷൻ പ്രതീക്ഷിക്കണ്ട. പറയുന്നത് നോർമലി പറയുക, സന്തോഷത്തോടെ പറയുക, നല്ല മൈൻഡോടെ പറയുക, പ്യൂറായിട്ട് സംസാരിക്കുക. ഇൻഡയറക്ട് ഫോമിൽ പറയുക. എന്താ എനിക്ക് ഉമ്മച്ചിയെ ഇഷ്ടപ്പെട്ടാല് അത് ഇൻഡയറക്ട് ഫോമാണ്. ഉമ്മച്ചിയെ ഉമ്മച്ചി നല്ലതാണ്, ഉമ്മച്ചിയെ സ്നേഹിക്കണം, ഇത്രേ പറയണ്ടോ. അതിനിങ്ങനെ ഇത് എവിടെയുള്ള ലാംഗ്വേജ് ആണ്? ഉമ്മച്ചിയെ ഇഷ്ടപ്പെട്ടാൽ എന്താ എന്ന് ചോദിക്കുന്നത്, അത് ഉപയോഗിക്കുക. നത്തിങ്, അവിടെ ഒന്നുമില്ല, മീനിങ്ലെസ് ആണ്, അർത്ഥശൂന്യമാണ് ആ വാക്കുകൾ. ഇൻഡയറക്ട് ഫോമുകൾ അർത്ഥശൂന്യമാണ്, അത് ഉപയോഗിക്കാതിരിക്കും. ഡയറക്ട് ഫോം ഉപയോഗിക്കും. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം, നല്ല മാറ്റം ഉണ്ടാകും. മക്കളോട് സംസാരിക്കുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട റെമഡികൾ, നമ്മളെ സിസ്റ്റത്തിൽ പലപ്പോഴും റെമഡികൾ വളരെ കുറഞ്ഞതേ ഉണ്ടാകും. പക്ഷേ സർവമാന പ്രശ്നങ്ങൾക്കും ഈ കുറഞ്ഞ റെമഡികൾ കൊണ്ട് തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. റെമഡികൾ ധാരാളം ഉണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് വളരെ കുറഞ്ഞ റെമഡികൾ മാത്രം ഉപയോഗിക്കേണ്ടി വരാറ്. എന്താ കാരണം? മീനിങ് ഉണ്ടാവുക, മൈൻഡ് സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്, മനസ്സ് എന്ന് പറയുന്നത് 2 അർത്ഥങ്ങളാണ്. അതിലെ ഒരു അർത്ഥം 10% മാത്രം കിടക്കുന്നു. ബാക്കിയുള്ള ഭാഗം അത് 90% കിടക്കുന്നു. 2 ഭാഗങ്ങൾ ആണ്. അതിൽ ഒരു ഭാഗം 10% കിടക്കുന്നു, മറ്റൊരു ഭാഗം 90% കിടക്കുന്നു. ഇങ്ങനെ അതിന്റെ വക്താക്കൾ അതിനെ വിവരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സിലെ മനസ്സ്, നമ്മളിപ്പോ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, ഇത് കാണുന്നു, ഇതൊക്കെ ബോധമനസ്സുകൊണ്ടാണ്. അതൊരു 10% ഉള്ളൂ. അതേസമയം ബാക്കിയുള്ള 90% നമ്മുടെ ഉപബോധ മനസ്സാണ്. ഈ ഉപബോധ മനസ്സിന്റെ സ്വഭാവം എന്താണ്? അതിന് കുറെ പ്രത്യേകതകളുണ്ട്. ഒന്ന്, വിവേചനങ്ങളില്ല. ശരി തെറ്റ് വിവേചനങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും അത് മൂപ്പർ രജിസ്റ്റർ ചെയ്യും. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്നു, അവിടെ ഉപബോധ മനസ്സ് അത് സ്റ്റോർ ചെയ്യും. എന്താ? യു ആർ ബാഡ്, നീ മോശക്കാരനാണ് എന്നാണ്. ഒരാൾ ദേഷ്യപ്പെടുമ്പോ മനസ്സതിനെ സ്വീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ, അതിന്റെ ഒരു പ്രസ്താവന ലെവലിലേക്ക് കൊണ്ടുവരുമ്പോ അതിന്റെ ആശയം എന്താണ്? ഇതാണ്, നീ മോശക്കാരനാണ്. അപ്പൊ ഒരു ഉപ്പ മകനോട്, ഒരു ഗുരുനാഥൻ ഈ ശിഷ്യനോട് ഈ വാക്കുകൾ ഈ ദേഷ്യപ്പെടുമ്പോഴെല്ലാം അത് നിരവധി സ്റ്റേറ്റ്മെന്റുകളായി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. യു ആർ ബാഡ്, യു ആർ ബാഡ്, യു ആർ ബാഡ്, യു ആർ ബാഡ്. ഇത് നിരന്തരം വരുമ്പോ എന്ത് സംഭവിക്കും? ഒരാൾ മോശമായാൽ എന്തൊക്കെ ചെയ്യും? അതൊക്കെ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇയാളത് അറിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഒരു മോശക്കാരന്റെ ബിഹേവിയർ ചെയ്യുന്നത് എന്ന് ഈ ചെയ്യുന്ന ഫായിൽ, ഈ സബ്ജക്റ്റ്, അയാളത് അറിയില്ല. ചെയ്യുന്ന ആള് ഞാൻ എന്തുകൊണ്ടാണ് മോശം ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അത് ഈ ഇൻപുട്ടാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നവരെ ഞാൻ ക്യാമറ ഓൺ ചെയ്യിപ്പിച്ചു സംഗതി. ക്യാമറ ഇപ്പോ ഓൺ ആക്സസ് ചെയ്തിട്ടില്ല. പിന്നെ ലേഡീസിനൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് ആക്സസ് ചെയ്യാതെ വെച്ചത്. അപ്പോ ക്യാമറ ഓൺ ചെയ്തെന്ന് വെക്കുക. ഓരോരുത്തരുടെ ഇരുത്തം ശ്രദ്ധിച്ചു നോക്കിയാണ്. ചിലർ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാകും, ചിലര് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാകും, ചിലര് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാകും. ഇങ്ങനെ പല മോഡൽ ഇരിക്കുന്നവരുണ്ട്. എന്നാ അവരാരെങ്കിലും നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്താണോ ഞാൻ ഇന്ന് സദസ്സിൽ ഇങ്ങനെയാ ഇരിക്കുന്നത് എന്ന് നിയത്ത് വെച്ചിരുന്നതാണോ? നോ. ഒരാൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നേരത്തെ നിയത്ത് വെച്ചതാണോ? അല്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? അത് സംഭവിച്ചത് യുവർ മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉപബോധ മനസ്സാണ് നിങ്ങളെ ഇരുത്തിയത്. ആ ഇരുത്തിയതിന്റെ പിന്നിലുള്ള
ആ ആദർശം, ഐഡിയ എന്താണ്? ആ ആദർശം പലപ്പോഴായിട്ട് നമ്മുടെ ചുറ്റിലുള്ള മുതിർന്നവർ, മാതാപിതാക്കൾ, അധ്യാപകർ, മറ്റു പലരും 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 നമ്മളോട് തന്ന ഇൻപുട്ടുകളാണ്. ഈ പെരുമാറുന്ന പെരുമാറ്റങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ആ സ്റ്റോർ ചെയ്തതിന്റെ വെച്ചാണ് ഞാനൊന്നിനും വയ്യാത്തവനാണ്. ഇത് നമ്മൾ അറിയാതെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഈ ആശയങ്ങൾ, അതൊരു വിഷയം തന്നെയാണ്. അവിടെ നല്ലത് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നല്ലത് കൊണ്ടുവരാൻ പറ്റിയാൽ ഏറെ മാറ്റങ്ങളും വിപ്ലവങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ഇനി നമ്മുടെ പാരന്റിങ്ങിന്റെ ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതിന്റെ ബാക്കി ഭാഗങ്ങളാണ് സംസാരിക്കുന്നത്. കഴിയുന്നതും ഞാൻ ഓരോന്നും അതിന്റെ ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഈ ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഒരു ഐഡിയ, ഒരു ആദർശമായി അമൂർത്തമായ ഒരു വിഷയമായി അവതരിപ്പിക്കുമ്പോൾ അത് മൈൻഡ് ഉൾക്കൊള്ളണമെങ്കിൽ മൈൻഡ് നന്നായിട്ട് വർക്ക് ചെയ്യണം, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, അതുപോലെ നന്നായിട്ട് അറ്റൻഷൻ പേ ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധ കൊടുക്കണം, നന്നായിട്ട് ഏകാഗ്രത കൊണ്ടുവരണം. അപ്പോഴേക്ക് ബ്രെയിൻ ഡ്രൈ ആകും, അപ്പോഴേക്ക് ഉറക്കു പോകും. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അപ്പോൾ ഉറക്കു പോകും. അതിനൊരു സിമ്പിൾ സൊല്യൂഷൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫളിരിബ് ലഹും മസലൻ, ഫളിരിബ് ലഹും മസലൻ. ഖുർആൻ എപ്പോഴും ആശയങ്ങൾ പറയൽ എങ്ങനെയാണ്? മസലിലൂടെയാണ്, എക്സാമ്പിൾസിലൂടെയാണ് പറയുക, ഉദാഹരണങ്ങളിലൂടെ പറയാം, ഉദാഹരിച്ച് പറയാ, വാക്യത്ത്, ഇൻസിഡൻസ്, സംഭവങ്ങളിലൂടെ പറയാം. സംഭവങ്ങളിലൂടെ പറയുമ്പോൾ പെട്ടെന്ന് ആശയം കിട്ടുകയും ചെയ്യും, സംഭവം കേൾക്കാൻ ഒരു സുഖമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആശയം മനസ്സിലാക്കാൻ ഒരു ഷോർട്ട് വേ ആണ് വാക്യത്തുകളിലൂടെ പറയുക, നല്ല കഴിഞ്ഞുപോയ നല്ല നല്ല എക്സാമ്പിൾസിലൂടെ പറയുക എന്നത് നല്ലൊരു മാർഗമാണ്. ഈ ആശയം മനസ്സിലാക്കി നമ്മൾ സഞ്ചരിച്ചാൽ ഒരുപാട് എളുപ്പമുണ്ട്. അതിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ പൊസിഷൻ, നമ്മുടെ അക്കൗണ്ടബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഏറെ നമ്മെ സഹായിക്കാൻ സാധ്യതയുള്ള ഒരു ഖുർആനിക അധ്യാപനമാണ് എന്തെന്നറിയോ? ഒരു സെക്കൻഡ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പരാമർശിക്കുന്ന ഭാഗത്ത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. വളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. വറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ഞാൻ വേണമെങ്കിൽ അതൊന്ന് സ്ക്രീനിൽ കൂടി തന്നാൽ ചിലർക്ക് റാഹത്തുണ്ടാവും. ضربالله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين. ഈ ആയത്തിൽ നിങ്ങൾ നോക്ക്, എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ ഉദ്ധരിക്കുകയാണ്. ലില്ലദീന കഫറു, അവിശ്വാസികൾക്ക് ഉപമ. ഇംറഅത നൂഹിൻ ഇംറഅത ലൂത്ത്, നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യമാരെ ആർക്ക് ഉദാഹരണം? സത്യവിശ്വാസിനികൾക്കാണോ ഉദാഹരണം? നോ, അവിശ്വാസികൾക്ക് ഉദാഹരണം. എന്നിട്ട് പറഞ്ഞു കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. അവര് രണ്ടുപേരും വലിയ നല്ല രണ്ട് മഹാന്മാരുടെ അണ്ടറിലായിരുന്നു ജീവിച്ചത്. വഖാനത്താഹുമാ, അവര് ആ മഹാന്മാരെ വഞ്ചിച്ചു. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅ, പക്ഷെ അവർക്ക് ആർക്കും യാതൊരു നേട്ടവും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർക്കായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഫഖാനത്താഹുമാ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅ വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ. അവസാനം അവരുടെ പരിണിത ഫലം എന്തായി മാറി? ഗോ ടു ഹെൽ, നരകത്തിലേക്ക് പൊക്കോളൂ എന്ന് പറയപ്പെടുന്നിടത്തേക്ക് അവരെത്തിച്ചേർന്നു. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. അതേ സ്ഥാനത്ത് വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണം ആരെയാ പറഞ്ഞത്?
ഇംറഅത്ത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവിയെ. എന്താണ്? ഇത് ഖാലത്ത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഓക്കെ. ഇത് ഖാലത്ത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഫിറൗനിന്റെ ആൾക്കാരെ ആക്രമിക്കുകയും ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കണം, വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്ന് മാറണം എന്ന് പറഞ്ഞപ്പോ വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, പടച്ചോനെ എനിക്ക് സ്വർഗം തരണം, ഈ ആൾക്കാരുടെ ശല്യത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുകയും ഈമാനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത മഹദിയാണ് സർവ്വവിശ്വാസികൾക്കും, പുരുഷനും സ്ത്രീയും എല്ലാവർക്കും മിസാൽ മസലാണ്, എല്ലാവർക്കും പാഠമാണ്. ആര്? ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഖുർആനിലെ ജെൻഡർ ജസ്റ്റിസ്, അതായത് ലിംഗനീതി ഖുർആനിൽ കാണാം. എവിടെ മഹത്വം പറയുന്നിടത്ത് വിവേചനമൊന്നുമില്ല, സ്ത്രീ പുരുഷ വിവേചനമൊന്നുമില്ല. സർവവിശ്വാസികൾക്കും മോഡലായിട്ട് പറഞ്ഞത് ആ ഫിറൗനിന്റെ ഭാര്യയായ ആസിയ ബീവിയാണ് പറഞ്ഞത്. എന്നിട്ട് അതിൽ പറഞ്ഞ പ്രധാന പോയിന്റ് എന്താണ്? ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ ആ എല്ലാ തിന്മകൾക്കും അനുസരിച്ച് ഒഴുകുന്നതിന് പകരം നോ എന്ന് പറയാൻ സന്നദ്ധത കാണിച്ച മഹദി അവരെ എല്ലാ പുരുഷന്മാർക്കും മാതൃകയാണ്, എല്ലാ മുഅ്മിനീങ്ങൾക്കും മാതൃകയാണ്. മറിയം ഇബ്നത്ത് ഇമ്രാൻ, ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ മറിയം, അല്ലത്തി അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. അവിടുത്തെ നമ്മൾ അവിടെ ഒന്ന് ടോർച്ച് അടിച്ചു നോക്കിയാൽ, അതായത് ഏത് പോയിന്റ് ആണ് ഇവരെ അനുധാവനം ചെയ്യാൻ, ഫോളോ ചെയ്യാൻ, ഇത്തിബായ് ചെയ്യാൻ, ഏത് പോയിന്റിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്? ഖുർആൻ കാണിച്ചു തന്നു. ആ പോയിന്റ് എന്താണ്? അല്ലത്തി അഹ്സനത് ഫർജഹ, അവർ അവരുടെ വ്യക്തിശുദ്ധി കാത്തു സൂക്ഷിച്ചു. ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, അതായത് വ്യക്തിശുദ്ധി കാത്തു സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് സ്ത്രീയോട്, സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം തോന്നുക എന്ന് പറയുന്നത് മനുഷ്യനിലെ ബയോളജിക്കൽ നൈസർഗികമായ ഒരു സ്കില്ലാണ്. അങ്ങനെ ഒരു നൈസർഗികമായ ഒരു പ്രവണതയാണ്. ആ പ്രവണതയെ അംഗീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാതിരുന്നു ഒരു സ്ത്രീ അവരെ ആകർഷിക്കുന്ന നഗ്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഫാഷൻ ഡ്രസ് ഇട്ടോ? എല്ലാവരുടെ മുമ്പിലും പ്രദർശിപ്പിച്ച് നടന്നോ? എല്ലാവരുടെ മുമ്പിലും തലമുടിയും മുഖവും അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ആകർഷിപ്പിച്ച് നടന്നോ? നോ. അവരെന്ത് ചെയ്തു? അഹ്സനത്ത് ഫർജഹ, അവരവിടെ വ്യക്തിശുദ്ധി കാത്തു സൂക്ഷിച്ചു, ലൈംഗിക ശുദ്ധി കാത്തു സൂക്ഷിച്ചു. വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. അവിടെ വലിയ ഒരു പോയിന്റ്, അതായത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മം നൽകുന്ന രംഗം, അതുപോലെ അതിനുശേഷമുള്ള മറ്റു പ്രധാന പോയിന്റുകൾ ഇവിടെ ഒന്നുണ്ട്. ഇവിടെ എന്റെ പോയിന്റ് എന്താണ്? നമ്മൾ എത്ര വലിയ നല്ല സംശുദ്ധമായ ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ ഭാര്യ, ഇനി മറ്റു ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് അതിൽ തന്നെ കാണാം, എന്താ? സആവി ഇല ജബലിൻ. അവിടെ എന്ത് ചെയ്തു? പിന്നെ നൂഹ് നബി അലൈഹി സ്വലാം മകനോട് പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ, മോനെ നീ വന്നിട്ട് ഞങ്ങളെ കൂടെ ഈ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ നോക്ക്, ഇതാ പ്രളയം വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് മകൻ എന്താ പറഞ്ഞത്? ഞാൻ വല്ല പർവ്വതത്തിലും മറ്റോ പോയിക്കോളും, നിങ്ങൾ നിങ്ങളെ പണി നോക്കുന്നത്, ഞാൻ വല്ല പർവ്വതത്തിലും മറ്റൊക്കെ പോയി രക്ഷപ്പെട്ടോളും, എനിക്കെന്ത് വേണ്ട, നിങ്ങളെ ഇതൊന്നും വേണ്ട. സആവില ജബലിൻ. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, നാദാ നൂഹു ഇബ്നഹു വകാന ഫീ മഅസിലിൻ യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരിൻ. മോനെ നീ അവിശ്വാസികളുടെ കൂടെ ഒന്നും കൂടി നശിക്കല്ലേ, നീ കപ്പലിൽ കയറ്, മുഅ്മിനായിക്കോ, വിശ്വാസിയായിക്കോ. ഖാല സആവി ഇല ജബലിൻ സആവി ഇല ജബലിൻ യഅസുമുനി മിനൽ മാ, ഞാൻ ഈ പർവ്വതത്തിന്റെ മുകൾ കയറിയാൽ വെള്ളത്തിലൊന്നും ഞാൻ കുടുങ്ങൂല. ഖാല ലാ ആസിമൽ യൗമ മിൻ അംദില്ലാഹി ഇല്ലാ മർ റഹിം വഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുറഖീൻ. ആ മകൻ നഷ്ടപ്പെട്ടു പോയി, ആ മകൻ പരാജയപ്പെട്ടു പോയി. ഇത് ഖുർആൻ നൽകുന്ന ഒരു പാഠമാണ്. എന്താണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്? എന്താണ് ആ പാഠം? ഇതാണ്, നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതെല്ലാം നടക്കണം എന്ന ശാഠ്യം വേണ്ട.
മറിച്ച് എന്ത് വേണം? ഏത് കാര്യം ചെയ്യുമ്പോഴും ഫലം തരേണ്ടത് സ്രഷ്ടാവായ സർവലോക പരിപാലകനായ അല്ലാഹു റബ്ബുൽ ആലമീൻ. അവൻ സംരക്ഷണം തരും, അവൻ രക്ഷ തരും എന്ന മൈൻഡോടുകൂടെ നല്ല കാര്യങ്ങൾ ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ഈ മൈൻഡിലാണ് നമ്മൾ എവിടെ ആരംഭിക്കേണ്ടത്? നമ്മുടെ ഡ്യൂട്ടി ആരംഭിക്കേണ്ടത്. നമ്മുടെ ഡ്യൂട്ടി ആരംഭിക്കുന്നത് ഞാൻ എൻ്റെ മക്കളെ ഉഷാറാക്കും. കുടിയിരിക്കലിന് പോയാലും കല്യാണത്തിന് പോയാലൊക്കെ നാലാളുടെ എനിക്കൊന്ന് പറയണം, എന്റെ മക്കളെ കണ്ടില്ലേ, ഞാൻ വളർത്തിയതാ എന്ന് പറയണം. യു ആർ ഫൂളിഷ്. നിങ്ങളൊരു വെറും ഒരു ഫൂളിഷ് ഐഡിയയുടെ ആൾക്കാരാണ്. നിങ്ങൾക്ക് അങ്ങനെ ചിന്തയുണ്ട്. ഒന്ന്, പ്രതിഫലമില്ല. രണ്ട്, അതൊരു അഹങ്കാരമാണ്. മൂന്ന്, നിങ്ങൾ പരാജയപ്പെടും. എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് ഞെളിയണം, എന്റെ മോൻ എല്ലാ നോമ്പും നോൽക്കുന്നവനാണ്, എന്റെ മോൻ സർവ്വസൽസ്വഭാവിയാണ് എന്ന് പറയണം നാലാളെ മുമ്പിൽ എന്ന നീയത്താണ് മനസ്സിലുള്ളതെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അതുകൊണ്ട് എവിടെ തുടങ്ങണം? എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. ഈ ഡ്യൂട്ടിയുടെ അതിന്റെ ഇത് കിട്ടണം, വേതനം കിട്ടണം, അതിന്റെ ബെനിഫിറ്റ് കിട്ടണം. എന്റെ ഉത്തരവാദിത്വത്തിന് എനിക്ക് ബെനിഫിറ്റ് വേണം. എവിടെ? മിനല്ലാ, അള്ളാഹുവിൽ നിന്ന് കിട്ടണം. ലില്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് തൃപ്തിയുള്ള ഒരാളാകണം, ഒരു തൃപ്തിയുള്ള ഉമ്മയാകണം, അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ബാപ്പയാകണം. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ മക്കളോട് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ സിമ്പിൾ, പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ഭാരം കുറയും, നിങ്ങൾ പ്രകോപിതരാകുന്നതിന്റെ സാധ്യത വളരെ വളരെ കുറയും. ഇവിടെ തുടങ്ങണം വർക്ക്. എന്നിട്ട് എന്തൊക്കെ ചെയ്യണം? ചെയ്യേണ്ടതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നിങ്ങൾ മക്കളോട് പെരുമാറുമ്പോ എന്ത് ചെയ്യണം? അഹിബ്ബഹും സബ്അൻ, ആദ്യത്തെ 7 വയസ്സുകാലം നിങ്ങൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുക. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുമ്പോൾ വിശദമായി പറഞ്ഞിട്ടില്ല. വിശദമായി എന്ന് പറഞ്ഞാൽ 4, 5, 6 മണിക്കൂർ വരെ കണ്ടിന്യൂ സംസാരിക്കാറുള്ള ഒരു മാറ്ററാണ്. അപ്പോ അതിന്റെ ഷോർട്ടേജ് ആയിട്ട് മത്തിനിലൂടെ പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ എന്താണ് ആദ്യത്തെ 7 വർഷത്തെ സ്നേഹം എന്ന് പറയുന്നത്? വയറിലിരിക്കുമ്പോ തുടങ്ങേണ്ടതാണ്. വയറ്റിലിരിക്കുമ്പോ തുടങ്ങണം. കുഞ്ഞു വയറ്റിലിരിക്കുമ്പോ നമ്മൾ തുടങ്ങേണ്ട മാറ്ററാണ്. ഇന്ന് ഞാൻ ചെറുതായി ഒന്ന് പരാമർശിച്ചു പോകുന്നു. ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു മേഖല എന്താണ്? ഉമ്മമാരായിട്ടുള്ള നല്ലൊരു ശതമാനം പേർ ഗർഭിണിയാകുമ്പോ പ്രയാസമുള്ളവരാണോ? ഗർഭിണിയാകുമ്പോ ശാരീരികമായ അവശത, മാനസികമായ വെപ്രാളം, ഇതൊക്കെ ഉണ്ടോ? നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് റോങ് സൈഡിലൂടെയാണ്. പകരം ഗർഭിണിയായാൽ നിങ്ങൾക്ക് ആഹ്ലാദമാണ്, അൽഹംദുലില്ലാ. ഗർഭിണിയല്ലാത്ത ഒരു സ്ത്രീയുടെ ഓരോ മണിക്കൂറിനേക്കാളും 100 മടങ്ങ് പ്രതിഫലാർഹമായ മണിക്കൂറുകളാണ് നോർമലി നിങ്ങളുടെ ലൈഫ്. നോർമലി നിങ്ങളുടെ ലൈഫിലെ ഓരോ മൂവ്മെന്റും അല്ലാത്ത ഒരു സ്ത്രീയുടെ പ്രതിഫലത്തെക്കാൾ 100 മടങ്ങ് അധികമാണ് നിങ്ങൾ ഗർഭിണിയായിരിക്കുന്ന ഓരോ നിമിഷവും. ഈ വിശ്വാസം ഉണ്ടോ? യു ആർ എനർജറ്റിക്കൽ. നിങ്ങൾ അപ്പൊ തന്നെ ഊർജ്ജസ്വലയായി കഴിഞ്ഞു. പകരം അവിടെ അതിന്റെ മുമ്പ് ഒരു തുടക്കമുണ്ട്. എന്താണെന്നറിയാം? വിവാഹ ജീവിതം. ഒരുപാട് കേസ് ഞാൻ കണ്ടു. നല്ല ആത്മീയ വിദ്യാഭ്യാസമുള്ള മതവിദ്യാഭ്യാസമുള്ളവരായി അങ്ങനെയുള്ളവരുടെ അണ്ടറിൽ വളരുന്ന നല്ല മതവിദ്യാഭ്യാസം നേടിയ ഒരുപാട് വിവാഹിതരായ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഉള്ളു നൊന്തു പോകാറുണ്ട്. എന്താ? വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് ഭയത്തോടു കൂടെയാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് ഭയത്തോടു കൂടെയാണ്, വെപ്രാളത്തോടു കൂടെയാണ്, വിഷമത്തോടു കൂടെയാണ്, വളരെ പ്രയാസത്തോടു കൂടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോ അതിലേറെ വിഷമാണ്. അതിലെ വലിയ ഒരു പണ്ഡിതന്റെ മകൾ ഒരു ദിവസം ആകെ സമനില വിട്ടിട്ട് ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വിവാഹം ഇഷ്ടമില്ലായിരുന്നു. 1 വർഷം വരെ ഞാൻ ആ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം വരെ ഞാൻ ആ വിവാഹ ജീവിതത്തോട് നിസ്സഹകരിച്ചു. എന്തിന്? ഇത് പോവട്ടെ, ത്വലാഖായി പോവട്ടെ എന്ന് കരുതി. കാരണം ഒന്ന്, എന്റെ അസ്വസ്ഥത, എനിക്ക് സംഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. 2, അത് കാരണം ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട, വിവാഹം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് തോന്നും. വിവാഹ ജീവിതത്തോട് ഭയം. ഈ ഭയത്തോടുകൂടെ വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത് അബദ്ധമാണ്.
ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിലർക്കൊക്കെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, സൊല്യൂഷൻ ഉണ്ടാവുമോ? ഈ സദസ്സിൽ വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ അവർ ഇന്ന് വന്നിട്ട് നിങ്ങളോട് അനുഭവം പങ്കുവെക്കാൻ പറ്റുന്നവർ വലിയ ഒരു പണ്ഡിതൻ, ഒരു മുദരിസിന്റെ ഭാര്യ, നമ്മുടെ ഹാപ്പി സോണിന്റെ ലേഡീസ് ലേഡീസ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു. മലപ്പുറത്ത് നമ്മൾ നടക്കുന്ന ഫിസിക്കൽ ട്രെയിനിങ്ങിൽ വന്നു, ഗർഭിണിയായിരിക്കെ വന്നു. ഈ അടുത്ത് ഒരു മാസത്തിനിടയിൽ അവർ പ്രസവിച്ചു, വീട്ടിൽ വെച്ച് പ്രസവിച്ചു. പൊക്കിൾക്കിടി മുറിഞ്ഞതായിട്ട് വന്നു. കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോ അവർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അവരുടെ രംഗം വിവരിക്കുന്നത് കേട്ടിട്ട് ആ സെഷനിലുള്ള മുഴുവൻ പേരും രോമമെടുത്ത് പിടിച്ച് കേട്ടിരുന്നു. അവർ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു എംപവേർഡ് ആകാൻ, ഇങ്ങനെ ഞാൻ ശക്തയാകാൻ, ഇങ്ങനെ എനിക്ക് ധൈര്യം കിട്ടാൻ കാരണം ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ സജീവമായി പങ്കെടുത്തത് കൊണ്ട് മാത്രമാണെന്ന് അവർ പറഞ്ഞു ആ സദസ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ പണ്ഡിതന്റെ വീട്ടിൽ പോയിരുന്നു. അവരെന്നോട് അത് ആവർത്തിച്ച് വീണ്ടും ഓർമ്മിപ്പിച്ചു. അവരുടെ ആ സന്തോഷം മുഴുവൻ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്നതുകൊണ്ട് ജീവിതം എപ്പോഴും സമാധാനം, സന്തോഷമുള്ളതായി മാറി. എന്താ, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ സന്തോഷത്തോടെ താലോലിക്കുന്നു. ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ ഒരു റൂഹുള്ള വാക്കുകളുടെ ഒരു ഷോട്ട് ഞാൻ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. തങ്ങൾ ഉസ്താദ് അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു. തന്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ ഇഷ്ടത്തോടെ താലോലിച്ചു തുടങ്ങണം. അങ്ങനെ താലോലിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് ശരീരത്തിലെ മുഴുവൻ ഗ്രന്ഥികൾക്കും നല്ല പോസിറ്റീവ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നല്ല മെസ്സേജ് കൊടുക്കും. ഈ നല്ല മെസ്സേജ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊടുക്കുമ്പോൾ അവിടെയെല്ലാം
ഹോസ്റ്റ് എന്നൊന്ന് ഹോസ്റ്റ് ചെയ്താൽ മതി, എന്നാലത് ശരിയാവും. മാറിപ്പോയെന്ന് തോന്നുന്നു. അതായത് വീഡിയോ ഓൺ ചെയ്യണമെങ്കിലും ഹോസ്റ്റ് വേണം കേട്ടോ. ഒന്ന് ഹോസ്റ്റ് ചെയ്തോളൂ. ഞാൻ പറയുന്നത് ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഒന്ന് പിന്നെ ഓക്കെ. അപ്പോ ഇപ്പൊ ഓക്കെ. അപ്പൊ അതില് അവര് പറഞ്ഞു, ഇത്രയും എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ, ഇങ്ങനെയൊക്കെ ആകാൻ കാരണം ഇത് മാത്രമാണ്. അതുപോലെ ഈ അടുത്ത് ഞാൻ ഓർക്കുകയാണ്, പിന്നെ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരു സുഹൃത്ത് അവർ പറഞ്ഞു, സമ്പത്തൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ജീവിച്ചു പോകാൻ ആവശ്യമായ സമ്പത്ത് യഥേഷ്ടമുണ്ട്, പക്ഷേ എന്നും സങ്കടമാണ്. എന്താ കാര്യം? വീട്ടിലെ വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അപ്പൊ ഒരുപാട് പറഞ്ഞു. അവര് ഫാമിലി സഹിതം വന്നിട്ട് ഈ സഹോദരി പറഞ്ഞു, സതേ എന്നും ഞാൻ കരഞ്ഞിരിക്കുകയാണ്, എനിക്കില്ലാത്ത രോഗങ്ങളില്ല, എന്നും ഞാൻ രോഗിയാണ്, ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ പരിശീലിക്ക്, ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്ങിൽ ഇരുന്ന് പരിശീലിക്കും. അവരൊരുപാട് പ്രശ്നം പറഞ്ഞു. ഒന്നെന്താണ്, ഉമ്മയുടെ പ്രശ്നം, വീട്ടിലുള്ളവരുടെ പെരുമാറ്റം. അത് കാരണം മക്കൾക്ക് കിട്ടുന്നപ്പോ, നമ്മളെ വീട്ടിലെ ഭർത്താവിന്റെ ഉമ്മ നമ്മളോട് മോശമായി പെരുമാറിയാൽ അതിന്റെ അടുത്തത് എന്താ കിട്ടുക? അടുത്ത കുഞ്ഞിനാ കിട്ടുക. കുഞ്ഞ് വെച്ച് എനിക്ക് ഇത് വേണം, പാടെന്ന് പറഞ്ഞ ഒന്ന് കൊടുക്കും കുട്ടി. അപ്പൊ കിട്ടുന്നത് കുട്ടിക്കാണ്. ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, ഈ സമീപ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് ആയിരക്കണക്കിന് കേസുകൾ ഉള്ളതാണ് ഈ പറയുന്നത്. പിന്നെ അവർ പറഞ്ഞു, 1.5 വയസ്സുള്ള ചെറിയ കുഞ്ഞിനെ തല്ലിയത്. എന്തിനാ തല്ലുന്നത്? വീട്ടില് ഭർത്താവിന്റെ ഉമ്മയുടെ പെരുമാറ്റത്തില് അവരുടെ ഒരു ഷൗട്ടിങ് കിട്ടിയപ്പോ അതിന്റെ വെറുപ്പ്, കുഞ്ഞ് കരഞ്ഞപ്പോ ഒന്ന് കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞാണ് എന്നെ ശല്യം ചെയ്യുന്നുള്ള അർത്ഥത്തിൽ കുഞ്ഞിന് അവിടെയല്ലേ കൊടുക്കുക, തിരിച്ചു കിട്ടാത്തത് അവിടെ നിന്നാണ്. അപ്പൊ അവിടെ കൊടുക്കുക. അങ്ങനെ ജീവിതം അലങ്കോലപ്പെടുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ? ഒന്നാമത്തത് അക്സെപ്റ്റൻസിൽ തുടങ്ങാതിരിക്കുമ്പോ. രണ്ടാമത്തത് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കബൂലിയത്ത്. നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വിവാഹ ജീവിതത്തെ സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്യുക. മറ്റൊന്ന്, വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഇപ്പൊ പലരും കരുതുന്നത്, എന്റെ മോൾക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാകാൻ, ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു വക്കീൽ, അതല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫാഷൻ ഡിസൈനർ, അങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടായാൽ പിന്നെ സംഭവമായി. അങ്ങനെ കരുതുന്ന രക്ഷിതാക്കൾ ഇന്നും ഉണ്ട്. ഇവർക്കൊക്കെ ഇവരൊക്കെ ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ കൗതുകമാണ്. രണ്ടാമത്തത് സ്വന്തം കാലിൽ നിൽക്കുക. സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ക്യാഷ്, അവർക്ക് ആവശ്യമുള്ള സമ്പാദ്യം സ്വന്തം കയ്യിൽ ഉണ്ടാവുക, ഒരു ജോലി ഉണ്ടാകുക. രണ്ട്, സ്വന്തം ആവശ്യമുള്ള ഒരു ക്യാഷ് സ്വന്തം കയ്യിൽ ഉണ്ടാകുക. ഇതാണ് ഒരാളുടെ കയ്യിലിരിപ്പ് എന്ന് കരുതുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. എന്നിട്ട് വിവാഹ ജീവിതത്തിന് പോകുന്നു. ഇതേതുപോലെ നമ്മളൊരു മക്കളെ ഒരു സദസ്സിലേക്കോ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കാം. അവർ പറഞ്ഞേക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതി എന്താ? അവനെ കരാട്ടെ പഠിപ്പിച്ചിട്ട്, അല്ലെ കളരി പഠിപ്പിച്ചിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടുത്തെ എവിടെ പറഞ്ഞേക്കുന്നത്? ഇന്ന സ്ഥലത്ത്. ആ സ്ഥലത്തേക്ക് പറഞ്ഞേക്കാൻ എന്തെങ്കിലും ചെയ്യുന്നത്, ഇവനെ കളരി പറഞ്ഞിട്ട് അപ്പൊ എന്തിനാ പറഞ്ഞേക്കുന്നത്? എന്തിനാണ് പറഞ്ഞേക്കുന്നത്? അപ്പൊ ഇതിന്റെ അർത്ഥം, ലൈഫിൽ നിങ്ങൾ എന്തിന് പോവുകയാണ്? സംഘട്ടന പോവാണ്, ഒരുങ്ങിയിട്ട് സംഘട്ടനത്തിൽ പോവാണ്. സംഘട്ടനയെ സംഭവിക്കുള്ളൂ. കാലിനൊത്ത വീക്കെന്ന് പറയുന്നത് പോലെ ഓരോരുത്തന്റെയും സ്റ്റാറ്റസ് അനുസരിച്ചുള്ള കലഹത്തിന് പോവുകയാണ്. കലഹിച്ച് ജീവിച്ച് മരിക്കാം, ഒന്നും നേടാൻ കഴിയില്ല. നേടേണ്ടത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകണം, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടാകണം, അതുപോലെ തന്റെ ഓരോ ലൈഫിനെ മാനേജ് ചെയ്യാൻ സ്കിൽ ഉണ്ടാകണം. അങ്ങനെ തുടങ്ങി ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാകണം. ഇങ്ങനെ തുടങ്ങി പറയുന്നത് കേൾക്കാൻ, പറയാൻ, അനുസരിക്കാൻ, മാനേജ് ചെയ്യാൻ, ഒരു കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ഇങ്ങനെയുള്ള സ്കില്ലുകൾ വേണം. ഈ സ്കില്ലുകളൊന്നും ഇല്ലാതെ ലൈഫിലേക്ക് പോകുന്നതാണ് മിസ്റ്റേക്ക്. ഈ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ, ഈ സഹോദരി പറഞ്ഞു, ഇത്രയും വർഷങ്ങളായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ പ്രോഗ്രാമിന് വന്ന 3 ആഴ്ച 4 ആഴ്ച അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടില്ല, എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല. പക്ഷെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഞാൻ ആ പ്രശ്നത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചു.
ആ പ്രശ്നത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു, അതെന്റെ ജീവിതത്തിൽ ഒരു വിഭവമാക്കാൻ പഠിച്ചു. അങ്ങനെ ആകുമ്പോൾ ജീവിതം സമ്പുഷ്ടമായി. പ്രശ്നങ്ങളെ നമ്മുടെ ജീവിക്കാനുള്ള വിഭവമാക്കി എടുക്കണം. ചെറിയൊരു കഥ പറഞ്ഞിട്ട് എന്റെ ബാക്കി വിഷയത്തിലേക്ക് വരാം. ഒരു കർഷകൻ, അദ്ദേഹത്തിന് യഥേഷ്ടം പശുക്കളുണ്ട്, കൃഷിയുമുണ്ട്, വലിയ തോട്ടങ്ങളുമുണ്ട്, പറമ്പ് ഇഷ്ടം പോലെ. അതിൽ ഒരു ദിവസം നികത്താനുള്ള ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ ഒരു പശു വീണു. അപ്പോ ജോലിക്കാർ പറഞ്ഞു, മുതലാളി, നമ്മളെ കിണറ്റില് ആ പൊട്ടക്കിണറ്റിൽ പശു വീണിട്ടുണ്ട്. ഏത് പശുവാ വീണത്? ഈ പശുവാ വീണത്. ആ പശുവിന്റെ പ്രത്യേകത എന്താ അറിയോ? അത് കറവൊക്കെ വറ്റി 2-3 ഒന്നുകൂടെ ഇതൊന്ന് ഓൺ ചെയ്യട്ടോ. അത് എന്തെന്ന് അറിയില്ല, കട്ടാകുന്നു. അപ്പോ ഞാൻ പറഞ്ഞ ആ കഥയിലൂടെ പൂർത്തിയാക്കുന്നു. ഒന്ന് ഹോസ്റ്റ് ചെയ്യട്ടോ. എന്താണെന്നറിയില്ല, ടെക്നിക്കൽ എറർ ആണോ ഇനി അതല്ല അപ്ലിക്കേഷനിൽ എറർ ആണോ ഇനി വൈഫൈയിൽ വരുന്ന എറർ ആണോ എന്ന് അറിയില്ല. കട്ടാകാറില്ല സാധാരണ. ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ പശു വീണ പശു ഏതായാലും കറവ പശു വിറ്റാൽ ആരും എടുക്കാത്തതാണ്, ആരും വാങ്ങാഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇയാളോട് പറഞ്ഞു, എന്തായാലും മണ്ണിറക്കിയിട്ടില്ലേ? എന്തിന്? കിണർ മൂടാൻ മണ്ണിറക്കിയിട്ടുണ്ടായിരുന്നു. വീണ പശു ആ ഈ സമയത്തും നമ്മളെ ആശയം നമുക്ക് പ്രയോഗവൽക്കരിക്കാം കേട്ടോ. ആദ്യ ഭാഗം ഇൻഷാ അല്ലാഹ് റെക്കോർഡിൽ ഇട്ടിട്ടുണ്ട്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എപ്പോഴും പെർഫെക്റ്റ് ഓക്കെ പോസിറ്റീവാണ്, അതേസമയത്ത് പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക. അതായത് ഇപ്പൊ നമ്മൾ വൈഫൈ ഒക്കെ ഒക്കെ ആക്കി ഇരുന്ന് സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ സംസാരിച്ചു, കട്ടായ എന്ത് വിശ്വസിച്ചാൽ മതി? ടെക്നിക്കൽ പൊതു സ്വഭാവമാണ്, നമ്മളെ കൺട്രോൾപ്പെട്ടതല്ല. ടെക്നിക്കൽ കട്ടായാൽ എപ്പോഴാണോ ശരിയാകുന്നത് അത് ശരിയാക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതേസമയത്ത് അതിന്റെ പേരിൽ ഇത് പോയല്ലോ സങ്കടപ്പെട്ട് ഒരു ഉപകാരമില്ല. ബാക്കിയുള്ള സംസാരത്തിന്റെ ഫ്ലോവും കൂടെ ഒന്ന് നശിക്കാന്നല്ലാതെ വേറെ ഉപകാരമൊന്നുമില്ല. ഇത് സ്വാഭാവികമാണെന്ന് വിശ്വസിച്ച് ഉഷാറായിട്ട് മുന്നോട്ട് നടന്നാൽ ബാക്കി കിട്ടും. അതാണ് അതിന്റെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐഡിയോളജിയുടെ പ്രാക്ടിക്കൽ. അതാണ്. അപ്പൊ ബി ഹാപ്പി എവ്രിവെയർ, എവിടെ ഹാപ്പി ആയിട്ടിരിക്കുക. അജബൽ അംരിൽ മൂമിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. എപ്പോഴും മൂമിന് ഖൈറാണ്, മൂമിൻ എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ കിണറ്റിൽ വീണ പശു മുതലാളി പറഞ്ഞു, എന്തായാലും ചാവാൻ കിടന്നതാണ്, അതിനെ ഒഴിവാക്കാൻ ആളെ കിട്ടാഞ്ഞിട്ട് കഷ്ടപ്പെടുക. നീ ഒരു കാര്യം ചെയ്യും, അതിന്റെ മേലേക്ക് ആ മണ്ണ് തട്ടിയിട്ട് എന്നാ പിന്നെ കിണറ് മൂടലുമായി പശുവിന്റെ ശല്യം ഒഴിവാകലുമായി, എല്ലാം ഒരു വടിക്ക് 2 പക്ഷി. അങ്ങനെ മണ്ണിട്ടു. മണ്ണ് മുഴുവൻ ഇട്ടപ്പോ പശു പുറത്തു. എന്തായിരുന്നു സംഭവം? ഓരോ മൺവെട്ടി കൊണ്ട് മണ്ണിടുമ്പോഴും പശുവിന്റെ പുറത്ത് വീഴും, പശു അതൊന്ന് കുടയും, അപ്പൊ അത് താഴെ വീഴും. അങ്ങനെ താഴെ വീണ് പുറത്തേക്ക് കടക്കാനുള്ള ചവിട്ടുപടിയായി എന്ത് മാറി? തന്റെ മണ്ണ് മാറി. ഇതാണ് പ്രതിസന്ധി. പ്രതിസന്ധികളെ നമ്മുടെ ലൈഫിൽ നിന്ന് ഉയർന്നങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചവിട്ടി നിൽക്കാനുള്ള മണ്ണാണ് പ്രതിസന്ധി. ആ മണ്ണിനെ ഉടനെ താഴെട്ട് ചവിട്ടി മേലെ നിൽക്കണം. അപ്പൊ നമുക്ക് ജീവിതത്തിൽ മേലോട്ട് പോകാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പാരന്റിങ്ങിലും നമ്മൾ സ്വീകരിക്കേണ്ട രീതി, വിവാഹ ജീവിതത്തിൽ മക്കളോട് ആ ഗർഭസ്ഥ അവസ്ഥയിൽ ഇവിടെ തുടങ്ങണം. അതിനെ സ്നേഹിക്കുക, താലോലിക്കുക, ഇഷ്ടപ്പെടുക. ഗർഭാവസ്ഥയിലുള്ള രോഗങ്ങൾ കുറയുന്നത് കാണാം. ഗർഭാവസ്ഥയിൽ പ്രഷർ ലോ ആകുന്നത്, പ്രഷർ ഹൈ ആകുന്നത്, ഷുഗർ വരുന്നത്, ഒരുപാട് പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ഉണ്ടാകുന്നത് കാണാം. അപ്പൊ അവിടെ നിന്ന് തുടങ്ങണം. പ്രസവിച്ചു വീണാൽ അവിടെ നിന്ന് തന്നെ കുഞ്ഞിനെ താലോലിക്കണം, സ്നേഹിക്കണം, നല്ല ഡീസന്റ് ആയിട്ട് സമീപിക്കണം. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ദേഷ്യപ്പെടാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക, എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരിശീലിക്കുക.
മക്കളുടെ മൈൽ സ്റ്റോണുകൾ പഠിക്കണം. മൈൽ സ്റ്റോണുകൾ, വളർച്ചാ ഘട്ടങ്ങൾ പഠിക്കണം. വളർച്ചാ ഘട്ടങ്ങൾ പഠിച്ചിട്ട് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും മിസ്സിംഗ് ഉണ്ടാകുമ്പോൾ അതിന്റെ സൊല്യൂഷൻ, അതിന്റെ പരിഹാരം ചെയ്യണം. ഫോർ എക്സാമ്പിൾ, കുഞ്ഞ് കമഴ്ന്ന് കിടക്കുന്നില്ല, കമഴ്ന്ന് കിടക്കാൻ പ്രയാസം ഉണ്ടാകുന്നു, അതിന്റെ സമയമായിട്ടുണ്ട് എങ്കിൽ അതിന്റെ സൊല്യൂഷൻ ചെയ്യണം. കമഴ്ന്ന് കിടന്നു, തല ഉയർത്തണം, തല ഉയർത്താൻ പറ്റുന്നില്ല, അതിനെല്ലാം കൃത്യമായ ഘട്ടമുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ അബ്ദുൽ ഹക്കീം സഖാഫി എന്ന അയഞ്ചേരി എന്ന റിസർച്ച് ചെയ്താൽ AHS അതിന്റെ ഷോർട്ട് അസ വ്ലോഗ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ കാണാം. നമുക്ക് വേണമെങ്കിൽ അതിൽ തന്നെ മൈൽ സ്റ്റോണുകൾ കിട്ടും. കുട്ടികളുടെ മൈൽ സ്റ്റോണുകൾ പറയുന്ന, പഠിപ്പിക്കുന്ന വളർച്ചാ ഘട്ടങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട്. കുറച്ച് പഴയതാണ്, ടെക്നിക്കലായി വലിയ കാണാൻ സുഖമൊന്നും ഉണ്ടാവില്ല, എന്നാൽ ആശയം പഠിക്കാൻ അത് മതിയാകും. അതിൽ ഓരോ വളർച്ചാ ഘട്ടങ്ങളും അതിന്റെ പരിഹാരങ്ങളും പറയുന്നുണ്ട്. അത് കിട്ടാതിരുന്നാലുള്ള പരിഹാരം, അത് മനസ്സിലാക്കിയിട്ട് അത് ഫോളോ ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. പഠനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, സംസാരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഉദാഹരണത്തിന്, ഈ കമിഴ്ന്ന് കിടന്നിട്ട് നീന്തുക, കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇഴിഞ്ഞു പോകും, അത് കുട്ടികളുടെ ഒരു വളർച്ച ഘട്ടമാണ്. അത് മിസ്സായാൽ കുട്ടികൾ സംസാരിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ സംസാരിക്കാത്ത കുട്ടികളെ കുറിച്ച് ഈ മൈൽ സ്റ്റോൺ റെഡിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതില്ലെങ്കിൽ അത് പരിഹരിച്ചു കൊടുത്താൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണാം, നല്ല പരിഹാരം ഉണ്ടാകുന്നത് കാണാം. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ അത് സംബന്ധമായി പറയാനുണ്ട്. അത് മാത്രം ഒരു സബ്ജക്റ്റ് ആയിട്ട് പറയുന്ന വിഷയമാണ്. അതിനുശേഷം കുട്ടികളുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എങ്ങനെ കൊടുക്കണം, ബിഹേവിയർ മോഡിഫിക്കേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ റെക്കോർഡ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഉറപ്പ് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ടെക്നിക്കൽ ഇത് കൃത്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൽ വരും. അപ്പോ എന്ത് ചെയ്യുന്നു, ചാറ്റ് ബോക്സിൽ ചോദിച്ചതിന്റെ ആൻസർ പറഞ്ഞതാണ്. അപ്പൊ നമ്മള് ഈ വളർച്ചാ ഘട്ടങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു, ഫുഡിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. ചെറിയ 3 വയസ്സാകുമ്പോഴേക്ക് കുട്ടികളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ പാരന്റ്സ് നടത്തണം. അതിനാവശ്യമായ ഓരോ ഘട്ടത്തിലെയും നമ്മുടെ സമീപനങ്ങൾ എന്താ? സലിമാമ പറഞ്ഞ അഹിബസ്ബാൻ 7 വയസ്സുകാലം നല്ല സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. ഈ നിഷ്കളങ്കമായ സ്നേഹം കൊടുത്താൽ കുട്ടികളിൽ ഏറെ മാറ്റം ഉണ്ടാകുന്നത് കാണാം. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ചില രക്ഷിതാക്കൾ ദേഷ്യപ്പെടുന്നത് കാണാം. അത് എന്നെ ശല്യം ചെയ്യാൻ കരയാണെന്ന് പറയുന്നത് കാണാം, വാശി പിടിക്കുന്നു എന്ന് പറയുന്നത് കാണാം. വെറുതെ എന്താണ്, അവർ കഴിയുന്നതിന് 3-1 കാരണം ഉണ്ടാവും. ഒന്ന് ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായ വയറുവേദനയാകുന്നു, തലവേദനയാകുന്നു, ചുവടുവേദനയാകുന്നു, പല വേദനകൾക്കും കുഞ്ഞു കരയും. ഉമ്മയുടെ മനസ്സ് ട്രാൻസ്പെറന്റ് ആണെങ്കിൽ, പ്യൂർ ആണെങ്കിൽ, മറ്റു വിഷമങ്ങൾ നിറച്ചു വെച്ച അഴുക്ക് കൊട്ടയല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് കുഞ്ഞിനെ കുറിച്ച് ഒരു അവയർനെസ് കാണാം. കുഞ്ഞിന് ഇന്നാലിന്നത് കൊണ്ടാണ്, ഇന്നാലിന്ന കാരണം കൊണ്ടാണ് എന്ന് പെട്ടെന്ന് ആ ഉമ്മയുടെ മനസ്സിൽ തോന്നുന്നത് കാണാം. കുട്ടി എവിടെയോ വെച്ച് വിഷമിക്കുമ്പോൾ പോലും ഈ ഉമ്മയുടെ മനസ്സിൽ അതിന്റെ വേർബ്സ്, അതിന്റെ ഒരു വൈബ് അതിങ്ങനെ ഫീൽ ചെയ്യുന്നത് കാണാം. എവിടെയോ വെച്ച് കുട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ പോലും കുഞ്ഞിൽ അതിന്റെ ഫീലിംഗ് ഉണ്ടാകും. അങ്ങനെ തുടങ്ങി കുഞ്ഞ് മാതാവ് ട്രാൻസ്പെറന്റ് ആയാൽ, കഴിഞ്ഞ ദിവസം ഏതോ ഒരാൾ കുട്ടിയുടെ ഏതോ ഒരു പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു, മാതാവും പിതാവ് അവര് ഫോർഗിവ്നെസ് തെറാപ്പി, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ഇതാണ്, നമ്മുടെ മനസ്സിന് ഒരു പ്രയാസം കൊണ്ട് നടന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് മലപ്പുറത്തെ സെഷനിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഒരാൾ പറഞ്ഞു, ഒരു സഹോദരി പറഞ്ഞു, കുഞ്ഞിന് എന്നും അസുഖം, എപ്പോഴും അസുഖം, അതും ഇതുമായിട്ടൊക്കെ അസുഖം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് ഫോർഗിവ്നെസ് തെറാപ്പി, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ ഒരുമാതിരി ഒരു അസ്വീകാര്യമായ ഒരു മനോഭാവം അവരുടെ ഉള്ളിലുണ്ട് ആ സമയം. എനിക്കറിയാം. ഞാൻ പറഞ്ഞു സൊല്യൂഷൻ അതാണ്. അവർ ചെയ്തു. അങ്ങനെ 2 സെഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഒരാള് ഇതുപോലൊരു പ്രശ്നം പറഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്, ഫോർഗിവ്നെസ് തെറാപ്പി, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ ഇവര് പറഞ്ഞു, അത് 2 ചെയ്താൽ മതി, നല്ല മാറ്റം ഉണ്ടാകും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ? എപ്പോഴും അസുഖമുള്ളത്. ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പോ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാനും ഹസ്ബൻഡും കൂടെ 2 വീലറിന്റെ മുകളിലാണ് പോകുന്നത്. നല്ല ആ സമയത്ത് കുറച്ചു മുമ്പ് ഒരു മഞ്ഞുള്ള സമയമായിരുന്നു. പക്ഷേ മഞ്ഞുള്ള സമയത്ത് യാത്ര ചെയ്തിട്ട് പോലും ഒരു പ്രയാസമില്ല. അല്ലെങ്കിൽ വണ്ടി നമ്മൾ കയറിയ അസുഖമാണ്. അങ്ങനത്തത് അങ്ങനെ ചെയ്തിട്ട് പോലും ഇപ്പൊ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അവര് സൊല്യൂഷൻ. ഇതിന്റെ അർത്ഥം
ഇനി എല്ലാ അസുഖത്തിന്റെയും സൊല്യൂഷൻ ഫോർഗിവ്നെസ് തെറാപ്പി ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നല്ലൊരു സാധ്യത കിടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊരു പരിഹാര മാർഗമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും ഓരോ സ്കില്ലും ഡെവലപ്പ് ചെയ്യേണ്ടത് ഓരോ ഘട്ടങ്ങളായിട്ടാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരിക്കലും ഒരു ഫാമിലി വരുന്നു, എനിക്ക് ബന്ധമുള്ളതാണ്. എന്താണ്, 3.5 വയസ്സ് കഴിഞ്ഞു, നല്ല ഒരു ആൺകുഞ്ഞാണ്, ചെറിയൊരു ആൺകുഞ്ഞ്, 3.5 വയസ്സ്. അപ്പൊ എന്താ പ്രശ്നം? തീരെ ഇത്ര കാലമായിട്ട് സംസാരിച്ചിട്ടില്ല. 3.5-4 വയസ്സെങ്ങാനും ആയെന്നാണ് എന്റെ ഓർമ്മ. സംസാരിച്ചിട്ടില്ല എന്നുള്ളതിനേക്കാൾ പ്രയാസം എന്താ അറിയോ? ഇപ്പൊ ഭയങ്കര വികൃതിയാണ്. ഞങ്ങളെ ബന്ധത്തിലോ അയൽവാസികളിലോ ഏതെങ്കിലും കുട്ടികൾ വന്നാൽ അവരെയൊക്കെ വല്ലാതെ ആക്രമിക്കുക, ഞങ്ങളെയും മാതാപിതാക്കളെയും ആക്രമിക്കുക. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ. കാണാൻ നല്ല മുഞ്ചുള്ള നല്ല കുഞ്ഞുമോനായിട്ട് പോലും ഈ മോന്റെ അക്രമം കൊണ്ട് മോനെ കാണുമ്പോൾ എന്തോ ഒരു വെറുപ്പ് തുടങ്ങി. മോനെ കാണുമ്പോ തന്നെ വെറുപ്പായി തുടങ്ങി. അപ്പോ ഈ കുഞ്ഞിന്റെ മാതാവ് ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വകയായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് ഇത് രണ്ടും ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഈ കുഞ്ഞിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിന്റെ വീഡിയോ കാണാം. അതായത് കുഞ്ഞിനോട് പുഞ്ചിരിക്കുക, മുഖത്തേക്ക് നോക്കുക, നല്ല അഭിനന്ദിക്കുക, നല്ല മോൻ എന്ന് പറയാ. ചെറിയൊരു കാരണം കിട്ടിയാൽ പോലും, ഒരു വെള്ളം കുടിച്ചാൽ ജസാക്കല്ലാഹ് ഖൈർ പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പെരുമാറ്റം നല്ലത് കണ്ട അതിനെല്ലാം അഭിനന്ദിക്കുക, അങ്ങനെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ മാറ്റമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു മാറ്റമുണ്ടോ? ഇല്ല, ഒരു മാറ്റവും ഇല്ല എന്ന്. അങ്ങനെ പറഞ്ഞു, ഒരു 12 ആഴ്ചയെങ്കിലും വരേണ്ടി വരും. ഓ, എന്തിനു റെഡിയാ? രണ്ടാമത്തെ ആഴ്ച ചോദിച്ചു മാറ്റമുണ്ടോ? മാറ്റം ഞാൻ കാണുന്നുണ്ട്. അവർ പറഞ്ഞു മാറ്റമൊന്നും ഇല്ല. 3-ാമത്തെ ആഴ്ച മാറ്റം ഉണ്ടല്ലോ, നല്ല മാറ്റം കാണുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു കാര്യമായിട്ട് മാറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഇത്രയും കാലം സംസാരിക്കാൻ ശ്രമിക്കാറില്ലായിരുന്നു, ഇന്ന് അവൻ സംസാരിക്കാൻ ശ്രമിച്ചു. എന്തോ ഉപ്പാന്നോ ഉമ്മാന്നോ ഞാനും പറഞ്ഞു, അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നത് പറഞ്ഞു എന്ന് മാത്രമല്ല, വേറെന്തോ പറയാനും ശ്രമിച്ചു. എന്നാൽ സത്യത്തിൽ ഇതിലും വലിയ മാറ്റം ഇനി വരാനില്ല. അവനൊരു 2 മണിക്കൂർ പ്രസംഗിച്ചു എന്നിരിക്കട്ടെ, ആ പ്രസംഗിക്കാൻ എന്ത് എഫേർട്ടാണോ അല്ലെങ്കിൽ ഏത് കാര്യമാണോ അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്, അത് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞത്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഈ നല്ല സമീപനങ്ങൾ ഉണ്ടായാൽ ഒരു പല പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നത് കാണാം. എല്ലാ മക്കളിലും, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരെന്ന് കരുതുന്ന മക്കളാണെങ്കിൽ പോലും അവരിലെല്ലാം ഒരു മികവുറ്റ ഒരു കഴിവുകളുടെ ഒരു ഒരു ലോകം തന്നെ കിടപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ മാതാപിതാക്കൾ ട്രാൻസ്പെറന്റ് മൈൻഡ്, ഉള്ള മനസ്സ്, തെളിഞ്ഞ മനസ്സുള്ളവരാവുകയാണ് വേണ്ടത്. നമ്മൾ മുഅ്മിനായി ജീവിക്കണം. അതായത് എപ്പോഴും സന്തോഷവും സമാധാനമുള്ള മനുഷ്യനായിട്ട് ജീവിക്കണം. വിഷമങ്ങൾ, ദുരിതങ്ങൾ പേറി നടക്കേണ്ടവനല്ല മുഅ്മിൻ. മുഅ്മിന് എന്ന് പറഞ്ഞാൽ ഈമാൻകാരി ആറും വിശ്വസിക്കണം. അൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അത് വ്യാഖ്യാനിച്ചാൽ പോരാ, അനുഭവിക്കണം. അത് അനുഭവിച്ചാൽ നമ്മുടെ മക്കൾ നന്നാകുന്നത് കാണാം. നമ്മൾ സമാധാനമുള്ളവരായാൽ നമ്മുടെ മക്കളിലും ആ മാറ്റം കാണാം. അത് വളരെ വലിയ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സോറി, നമ്മുടെ കട്ടാകലെല്ലാം കൂടിയായിട്ടാന്ന് തോന്നുന്നു, കുറച്ചൊന്ന് നമ്മൾ വൈകിപ്പോയി. നിങ്ങൾക്ക് ഇത് വിഷയ സംബന്ധമായി ഇനി വല്ല ഡൗട്ടും ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. ചില ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ടായിരുന്നു. ചോദിക്കുന്ന ആൾക്കാർ ഒന്ന് ആദ്യം റൈസ് ഹാൻഡ് ചെയ്തിട്ടേ ചോദിക്കാവേ. ഓക്കെ, ഓക്കെ. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ ചോദിച്ചു. ഓക്കെ, മൈക്ക് ഓൺ ആക്കി ചോദിച്ചു. ഹാൻഡ് ഗാലറി ചോദിച്ചോ, നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാം. ഹലോ, സംസാരിച്ചോ, നിങ്ങൾ ചോദിച്ചു. ഉസ്താദെ, എന്റെ മോനിക്ക് 10 വയസ്സായി. മോന് ഉറക്കില് മൂത്രയിച്ച് നോക്കുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്നാ പറഞ്ഞത്. മന്ത്രിച്ച വെള്ളയിലും കൊടുത്തിട്ട് കുറച്ച് കുറവുണ്ട്. പക്ഷെ
ഇപ്പൊ ഉണ്ടത്ര. അപ്പൊ എനിക്ക് ഹാഫിളാൻ ഭയങ്കര ആശയാണ്. അപ്പൊ ഇപ്രാവശ്യം ചേർത്താൻ പോകുമ്പോഴത്തേക്ക് മൂത്രത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ ആടുന്ന് ഒഴിച്ചു പോകും വിചാരിച്ചിട്ട്. സ്ഥിരമായിട്ടുണ്ടോ ഈ പ്രശ്നം? സ്ഥിരമായിട്ടില്ല. ആദ്യം ഭയങ്കരേനു, സ്ഥിരമായിട്ടുണ്ടായിന്. ഇപ്പൊ കൊറേ കുറവുണ്ട്. പക്ഷെ ഇപ്പൊ ഇന്ന് ഒഴിച്ചിട്ടില്ല, ഇന്നലെയും മിഞ്ഞാന്ന് ഒഴിച്ചിന്. അങ്ങനെ അവിടെ രണ്ട് ഇടക്കിടക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങള് ഞാൻ പാരന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ചോദിക്കുന്നില്ല, കാരണം ഇത് റെക്കോർഡ് ഉള്ളതായതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം വരണ്ടെന്ന് കരുതിയിട്ട്. പിന്നെ ഒന്ന്, നിങ്ങൾക്ക് മാനപ്രയാസങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കുക. രണ്ട്, ഈ കുഞ്ഞിനെ ഇതിന്റെ പേരിൽ ഒരിക്കലും ആക്ഷേപിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യണ്ട. ഇതിന്റെ പേരിൽ പ്രത്യേകമായി ഉപദേശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യാതിരിക്കുക. മൂന്ന്, നിങ്ങള് ആ കുഞ്ഞിന് എന്ത് നൽകണം, ഭക്ഷണക്രമത്തിൽ, വെള്ളം നൽകുന്ന ക്രമത്തിൽ ചെറിയൊരു ചേഞ്ച് ശ്രദ്ധിക്കുക. ഒരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ കൂടിയാൽ ഒരു 2 ലിറ്റർ വരെ കുടിക്കുന്നത് നല്ലതാണ്. 1 ലിറ്റർ എങ്കിലും കുടിക്കല് നിർബന്ധമാണ്. റമദാനിൽ നോമ്പുള്ളപ്പോ അല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ. ഒരു ഉച്ചക്ക് മുമ്പ് ഇപ്പൊ 2 ലിറ്റർ കുടിക്കുന്നെങ്കിൽ 1 ലിറ്റർ എങ്കിലും ഉച്ചക്ക് മുമ്പ് കുടിക്കുന്നു. ബാക്കി അസറിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. മഗ്‌രിബിന് ശേഷം വെള്ളം കുടിക്കാൻ പറയാതിരിക്കുക. പകല് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു ഉച്ചയുടെ മുമ്പ് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് ശ്രദ്ധിക്കുക. 3. നാലാമത്തത്, നിങ്ങള് പിന്നെ അവന് നന്നായിട്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അവനോടുള്ള പെരുമാറ്റങ്ങൾ, അവനെ അഭിനന്ദിക്കുന്നത്, അവനെ പ്രശംസിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധാപൂർവം, ബോധപൂർവം, അഭിനയിക്കലല്ല, ഒറിജിനലായിട്ട് അവനെ അഭിനന്ദിക്കുക, അവനെ പ്രശംസിക്കുക, അവന് നല്ല ആത്മവിശ്വാസമുള്ള വാക്കുകൾ മാത്രം പറയുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ ഇൻഷാ അല്ലാഹ് അതിൽ നല്ല മാറ്റം ഉണ്ടാകും. പിന്നെ ഡോക്ടർമാർക്ക് കാണിച്ചിട്ട് അവന്റെ മസിൽസുകൾക്ക് പ്രത്യേകമായ പ്രയാസമൊന്നും ഇല്ലെങ്കിൽ അത് സംബന്ധമായി മറ്റ് മരുന്നുകളൊന്നും നൽകേണ്ടി വരൂല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് നല്ല റിസൾട്ട്. ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് ആണ്. അവന്റെ ഇത്താത്തനോടാണ് കൂടുതൽ ഇഷ്ടം. അവനോട് ഇഷ്ടമില്ല എന്ന് ഇപ്പൊ പറയലുണ്ട്. ഇത്താത്ത 12 വയസ്സായി. നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളത് യൂട്യൂബ് ചാനലില് അതിന്റെ വീഡിയോ കാണാം. അതായത് ഇത്രയും കാര്യമാണ് അത്. എന്താണ്, പിന്നെ അവനെ എല്ലാ ദിവസവും അവന്റെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു നോട്ട്ബുക്ക് എടുക്കും, ഒരു ഫ്രീ ആയിട്ടുള്ള വൃത്തിയുള്ള പുതിയൊരു നോട്ട്ബുക്ക്. ആ നോട്ട്ബുക്കിൽ എല്ലാ ദിവസവും അവന്റെ 5 ഗുണങ്ങൾ അതിൽ എഴുതിയിട്ട് അവനക്ക് കാണിച്ചു കൊടുക്കും. എല്ലാ ദിവസവും അവന്റെ 5 ഗുണങ്ങൾ അവൻ എഴുതി കാണിച്ചു കൊടുക്കും. ഒരാഴ്ചയിൽ 2 തവണ ക്വാളിറ്റി ടൈം ചെയ്യുക. എന്താ ക്വാളിറ്റി ടൈം? അവന്റെ കൂടെ ഇരിക്കുക, ഫോണോ മറ്റൊന്നും എടുക്കാതെ അവന്റെ കൂടെ ഇരിക്കുക. എന്നിട്ട് അവൻ പറയുന്നതെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക. കേൾക്കുമ്പോ അതിന് ആൻസർ പറയണ്ട. അവൻ പറയാണ് ഉമ്മക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് പറയുമ്പോ, അല്ല നിന്നോട് ഇഷ്ടമുണ്ട്, നിനക്ക് ചായ ഉണ്ടാക്കി തന്നിട്ടില്ലേ, അങ്ങനെ ആൻസർ വേണ്ട. അവൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. അങ്ങനെയാണോ മോന് തോന്നുന്നത്? ഇപ്പൊ മോൻ പറയാണ് ഉമ്മക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? മോൻ അങ്ങനെയാണോ തോന്നുന്നത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? അവന്റെ അതേ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ അത് കേട്ടതിന് ശേഷം ചോദിക്കുന്നു, മോനെ ഇനി ഞാൻ എങ്ങനെയാ മോനോട് എന്തൊക്കെയാ ചെയ്ത് കണ്ട മോൻ പറ. അപ്പൊ മോൻ പറയുന്നതിനൊക്കെ 100 ആൻസർ പറയാണ്ടാവും. പ്ലീസ് ആൻസർ പറയരുത്. അതായത് എനിക്ക് ഉമ്മ ഫോണ് തന്നിട്ടില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യരുത്, അതിന് എന്താ നിനക്ക് ഞാൻ പിന്നെ ഇന്നലെ തന്നിട്ടില്ലേ, ആ ആൻസർ വേണ്ട. അവൻ പറയുന്നത് മുഴുവനും ആ സമയത്ത് കേൾക്കുക, ആൻസർ പറയേണ്ടതില്ല. അങ്ങനെ ഒരു 2-3 തവണ കേൾക്കുക. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിന്റെ പൂർണ്ണമായ പരിഹാരത്തിന് നിങ്ങൾ നമ്മളെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ലേഡീസിന്റെ സെഷനിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭദ്രമായ പരിഹാരം ഉണ്ടാകും. കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്ക് മതി സംഗതി കൊളാക്കാൻ. ഉദാഹരണത്തിന് ഈ സെഷനിൽ തന്നെ ചിലപ്പോൾ അവർ വരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഒരു കുഞ്ഞിന്റെ പ്രശ്നം പറഞ്ഞിരുന്നു, ഇതുപോലെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതേ പരിഹാരം പറഞ്ഞപ്പോ അവര് അതുകൊണ്ടൊന്നും പരിഹാരം ആകൂല എന്നുള്ള മെന്റാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് ഓരോ സമയം അവർ ചോദിക്കും, ചെറിയ വിഷയങ്ങളിൽ പോലും. ഉദാഹരണത്തിന് അവർ പറഞ്ഞു, വീട്ടില് ഭർത്താവിന്റെ ഉപ്പ മുട്ടായി കൊണ്ടുവരും. അങ്ങനെ മുട്ടായി കൊണ്ടുവരുമ്പോ പിന്നെ ഇവന് മുട്ടായി കൊടുക്കും. മുട്ടായി കൊടുത്താൽ അതിനൊരുപാട് പിന്നെ രോഗങ്ങൾക്കും മറ്റുമൊക്കെ സാധ്യത, കാരണം അത്രയും മുട്ടായി എല്ലാ ദിവസവും കൊടുക്കും. അത് വലിയ പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഞാൻ അതിന് നോ പറഞ്ഞ എന്നോട് വെറുപ്പായി, പിന്നെ വല്യപ്പയോട് ഇഷ്ടവും എന്നോട് വെറുപ്പുമായി മാറും. അതിനെന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ തന്നെയാണ് പരിഹാരം.
ഞാനിപ്പോ പറഞ്ഞ അഭിനന്ദനങ്ങളും കാര്യങ്ങളും കറക്റ്റ് ചെയ്യുക. ഇപ്പൊ വെറുപ്പ് തോന്നിയാലോ, ആള് വെറുപ്പ് തോന്നിക്കോട്ടെ, നിങ്ങൾ ചെയ്യാനുള്ള പണി മാത്രം ചെയ്യുക. അതേസമയം ഒരു സംഗതി അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി മുതൽ ഒരു തെറ്റായ ഒരു കാര്യത്തെ അംഗീകരിക്കുക, അല്ലെങ്കിൽ പാടില്ലാത്ത ഒരു സംഗതി ചെയ്തു കൊടുക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ്, നേരെ ചൊവ്വേ മാത്രം. അങ്ങനെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നല്ല മാറ്റം ഉണ്ടാകും. അത് ഈ കുഞ്ഞിന്റെ വിഷയത്തിലും അനിവാര്യം. ഓക്കെ. ഇത് എങ്ങനെയാ ഉസ്താദ് പറഞ്ഞ കോഴ്സ് എങ്ങനെ? അത് 3 മാസം ആഴ്ചയിൽ ഒരു ദിവസം ഓൺലൈൻ ആയിട്ടാണ് ഉണ്ടാകുക. ഇതുപോലെ സൂമിലാണ് ഇത് ഉണ്ടാകുക. ഇത് എണ്ണപ്പെട്ട ആൾക്കാരാണ് ഉണ്ടാകുക. ഇത് ഫീസോട് കൂടെയാണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഈ നമ്മുടെ മലപ്പുറം അതുപോലെ കുറ്റിയാടി തിരൂരും ഒക്കെ ഹാപ്പി സോൺ സെന്ററുകളുണ്ട്. ആ സെന്ററുകളുടെ നമ്പർ ആരോപ്പത് ഇതിന്റെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതില് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓക്കെ, അതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അതിൽ കോണ്ടാക്ട് ചെയ്താൽ ഇതുപോലെ സൂമിൽ ലേഡീസ് മാത്രമാണ് ഉണ്ടാകുക. ക്ലാസ് ഞാൻ ഉണ്ടാകും, കൂടെ നമ്മുടെ ലേഡീസിൽ ഈ ബേസിക് കഴിഞ്ഞ ആൾക്കാർ അവരുണ്ടാകും. ചില സെഷനുകളൊക്കെ അവരും കൂടി ഉണ്ടാകും, അവർ പറഞ്ഞു തരും ലേഡീസിന്. ഇപ്പൊ നോമ്പായത് കൊണ്ട് ഭയങ്കര വെള്ളം കുടിക്കലാണ്, ജ്യൂസും ഇതെല്ലാം, അതുകൊണ്ടായിരിക്കും കൂടുതൽ. നോമ്പിൻ്റെത് തൽക്കാലം ഇപ്പൊ പരിഹാരത്തിന്, അതായത് നിങ്ങൾ നോമ്പല്ലാത്ത കാലത്ത് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് പ്രശ്നം ഉണ്ടാവില്ല. നോമ്പല്ലാത്ത കാലത്ത് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് വന്നാലും പ്രശ്നം ഉണ്ടാവില്ല. ആ സമയത്തും മാനേജ് ചെയ്ത് പോയി. അത്യാവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തിട്ട് ചോദിക്കാം. റൈസ് ഹാൻഡ് ചെയ്തിട്ട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലാതെ റൈസ് ഹാൻഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഫോണിലാവുമ്പോൾ നമ്മളെ ആ റിയാക്ട് എന്നുള്ള ആ ഭാഗത്ത് കാണാം. ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്താൽ അവിടെ റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം. അതൊന്ന് പ്രസ് ചെയ്താൽ കാണിക്കും ഇവിടെ റൈസ് ഹാൻഡ് ചെയ്തതായിട്ട് കാണും. ആവശ്യമുള്ളവർ മാത്രം റൈസ് ഹാൻഡ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഹോസ്റ്റുമാർക്കൊക്കെ വേറെ പണി ഉണ്ടാവും, അത് പോകാൻ തിരക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് പിന്നെ ആവശ്യക്കാർക്ക് ചോദിക്കണം, കുറച്ച് സമയം കൂടെ ചോദിക്കും. ഇൻഷാ അല്ലാഹ് 10 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് അനുഭവിക്കാം. ഇതിനിടയിൽ ആരോ ഒരു ചോദ്യം ചോദിച്ചു. മക്കള് തമ്മില് ഭയങ്കര ഗുസ്തികളിയും ഓടിക്കളിക്കലും ആണ്. എത്ര സമാധാനത്തിൽ സ്നേഹത്തോടെ പറഞ്ഞാലും അനുവദിക്കുന്നില്ല. ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അടി കൊടുക്കുമ്പോൾ മാത്രം സ്റ്റോപ്പ് ചെയ്യുന്നു. പരിഹാരം എന്താണ്? അതായത് മക്കള് തമ്മിലുള്ള ശണ്ട എവിടുന്നാ ഉത്ഭവിക്കുന്നത് നോക്കിയാല് നമ്മൾ പാരന്റ്സ് എന്നാണ് അത് ഉത്ഭവിക്കുക. പക്ഷെ നമ്മൾ പാരന്റ്സ് തല്ലുപിടിക്കൊള്ളുന്നില്ല. പിന്നെ നമ്മൾ മക്കളോട് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുക. അതുകൊണ്ട് മക്കളോട് എങ്ങനെ സംസാരിച്ച് ശീലിക്കുക, ശാന്തമായി മാത്രം വിഷയങ്ങൾ. അതായത് പിന്നെ അതിങ്ങോട്ട് എടുത്താ ചുലിങ്ങോട്ട് എടുത്താന്ന് പറയുന്നത് തന്നെ ഒരു ആജ്ഞയുടെ സ്വത്ത്. അതെടുക്കുമ്പോ മൊബരെന്തോ കുട്ടി വേറെന്തോ ഷൂലില്ല, രണ്ടാമത്തെ എന്നോടല്ല പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ മാറി. ഈ ശൈലി എന്ത് ചെയ്യും? അവരിൽ പെട്ടെന്ന് കലഹം ഉണ്ടാകും. അതുപോലെ മക്കൾ പറയുന്ന മിന്യൂട്ടായ കാര്യം വെച്ച് മക്കളോട് തർക്കിക്കുന്ന ഉമ്മമാര് കാണും. അപ്പോ കുട്ടി പറയുന്നു, പിന്നെ ഞാനിവിടെ വേറെ പണിയില്ല. അപ്പൊ എന്ത് ചെയ്തു? അതിന് മറുപടി പറഞ്ഞു. ഇങ്ങനെ ചെറിയ വിഷയങ്ങൾ പറയുമ്പോൾ പോലും നമ്മൾ അവരോട് അതേ മെന്റാലിറ്റിയിൽ സംസാരിച്ച് ശീലിച്ചാൽ കുട്ടികൾ തമ്മിൽ തർക്കം ഉണ്ടാകും. അതുപോലെ കുട്ടികൾ തമ്മിൽ തർക്കം ഉണ്ടായാൽ നേരെ ഇടപെടുന്നതിന് പകരം അവിടെ നിങ്ങൾ ശാന്തമായി ആ സമയത്ത് ശാന്തമായി നിന്ന് നോക്കും. അത് അപകടം പറ്റാത്ത അടിപിടിയൊക്കെ ആണെങ്കിൽ നിന്ന് നോക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്വാളിറ്റി ടൈം വിളിക്കുക. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് വിളിക്കുകയാണ്. എന്താ അവരോട് പറയാണ്? കുറച്ച് കാര്യം പറയാനുണ്ട്. ആ സ്പോട്ടിൽ തന്നെ ചെയ്തോളണമെന്നില്ല, മറ്റൊരു സമയത്താണ് നല്ലത്. എന്നിട്ട് അവരോട് പറയാ, ഇങ്ങനെ പെരുമാറുമ്പോൾ, അതായത് നിങ്ങൾ തമ്മിൽ തല്ലുകൂടുമ്പോൾ എന്തുണ്ട്, നമുക്ക് വിഷമമുണ്ട്, പ്രയാസമുണ്ട്. ആ സമയത്ത് നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ പെരുമാറിയാൽ നല്ല സന്തോഷം ഉണ്ടാകും. മറ്റൊരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കണം. അവർക്ക് ആക്ടിവിറ്റികൾ നമ്മൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി, പ്രായാനുസൃതമായിട്ടുള്ള ആക്ടിവിറ്റി കൊടുക്കണം.
എന്താണ് പ്രായാനുസൃതമായ ആക്ടിവിറ്റി? പരസ്പരം സഹകരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം, വീടും പറമ്പും വൃത്തിയാക്കുകയാണ്. അതില് വാപ്പുണ്ട്, ഉമ്മ ഉണ്ട്, മക്കളുണ്ട്. അപ്പൊ ഇറങ്ങുമ്പോ തീരുമാനിക്കുകയാണ് ഏതൊക്കെ കാര്യങ്ങൾ ആരൊക്കെയാ ചെയ്യുന്നത്. അത് പരസ്പരം ഓരോരുത്തർക്കും അവരവരുടെ വിഹിതങ്ങൾ പറയാം. ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ, ഓരോരുത്തരുടെ വിഹിതം എന്താണെന്ന് അവരവർക്ക് പറയാം. അതിൽ ആരെയും നിർബന്ധിക്കൊന്നും വേണം. എന്നിട്ട് ഒന്നിച്ച് വർക്കുകൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ആസ്വാദികരമായി അത് സെലിബ്രേറ്റ് ചെയ്യുന്നു, ആഘോഷിക്കുന്നു. അന്ന് ആഘോഷിക്കുക എന്ന് പറഞ്ഞാല് ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് ജോലി ചെയ്തു ഫുഡ് ഉണ്ടാക്കി കഴിക്കും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം മക്കളെല്ലാം കൂട്ടിയിട്ട് ഒരു 10 പൊതി ചോറുണ്ടാക്കും. ഈ 10 പൊതി ചോറുണ്ടാക്കിയിട്ട് ഇതൊരു അങ്ങാടിയിൽ ഒരു വലിയ ടൗണിൽ പോയിട്ട് സാധുക്കളായ 10 പേർക്ക് 10 ചോറ് കൊടുക്കും. അത് ഒന്നിച്ചു കൊടുക്കും. ഇത്തരം സർവീസുകൾ ഒന്നിച്ച് ചെയ്യുക. ഈ ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നീട് അവരുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരുന്നത് കാണാം. നിരാശ എങ്ങനെ മാറ്റിയെടുക്കാം? നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലും. മക്കളോട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല. ഫോർഗീവ്നെസ് തെറാപ്പി, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നന്നായിട്ട് ചെയ്യാം. ജീവിതത്തിലെ എല്ലാ വിഷയത്തിനോടും പ്രയാസം തോന്നുന്നവർ നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യുക. മോള് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു, എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, പല കാരണങ്ങളാൽ വരാം. പ്രായവും സന്ദർഭമൊക്കെ നോക്കണം. അത് തുടർച്ചയോടുകൂടെ ചെയ്യേണ്ട ഒരു മാറ്ററാണ്. ഞങ്ങൾക്ക് മൈക്ക് ചോദിക്കട്ടോ? ഈ ഉയർത്തിയാൾക്ക് ചോദിക്കാം. SMG ചോദിക്കും. ഇപ്പൊ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റും. ആ, സംസാരിക്കാം. ഉസ്താദേ, ഇതുപോലെ തന്നെ ഉറക്കത്തില് സംസാരിക്കണതിനെ പറ്റിയുള്ളതായിരുന്നു. അതുപോലെ നഖം കടിക്കലും കുട്ടികളതിൽ ഇല്ലാതൊക്കെ ഉള്ളൊരു പരിഹാര മാർഗം എന്താ? അതിൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇവിടെ ബാധകമാണ്. ഒന്ന്, പാരന്റ്സിന് മാനസികമായ ഏതെങ്കിലും വിഷയത്തിൽ ടെൻഷനോ വിഷമോ പ്രയാസമോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ അത് പരിഹരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി, ഫോർഗീവ്നെസ് തെറാപ്പിയിലൂടെ അത് പരിഹരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ്നെസ് തെറാപ്പി ഏതെങ്കിലും ടീമിന്റെ ചെയ്യരുത്. കഴിയുന്നതും നമ്മൾ പഠിപ്പിച്ച അതേ സ്റ്റൈലിൽ തന്നെ ചെയ്യാം. അതിന്റെ ലിങ്ക് നിങ്ങൾ ഈ താഴെ നമ്മളെ ചാറ്റ് ബോക്സിൽ കണ്ട ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ആ ഒരു വാട്സപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നമ്മൾ പറഞ്ഞ ലിങ്ക് എടുത്തിട്ടും ചെയ്താലും കുഴപ്പമില്ല. ഒന്നാമത്തത് അത്. രണ്ടാമത്തത്, കുട്ടികൾക്കുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അവരോടുള്ള നമ്മുടെ നല്ല പെരുമാറ്റം നന്നാക്കുക, നല്ല പെരുമാറ്റം ഉണ്ടാക്കുക. മൂന്നാമത്തത്, അവർക്ക് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല ഇപ്പൊ പ്രായം ഒരു വക നമ്മൾ ഞാനിപ്പോ ഈ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ ഇത് ചെയ്യിപ്പിച്ചു കൊടുക്കുക. എന്താ, ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒന്ന് കണ്ണടച്ചിട്ട് കുറഞ്ഞ് നന്നായിട്ട് ബ്രീത്ത് ചെയ്യിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ ഉറങ്ങുന്നത് വിഷ്വലൈസ് ചെയ്യാൻ പറയാം. ഉറങ്ങുന്നത് ഒന്ന് മനസ്സിലേക്ക് നല്ല രീതിയിൽ ഉറങ്ങുന്ന ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞാൽ അതുപോലെ വരുന്നത് കാണാം. പക്ഷെ എന്റെ മർമ്മം, ഞാൻ ഊന്നൽ നൽകുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ സംഭവം മാതാപിതാക്കളുടെ മാനസികാവസ്ഥയാണ്. അവരുടെ മനസ്സ് ഉഷാറാണ്. മനസ്സിലെ പ്രശ്നങ്ങൾ തീർന്നാൽ അവർക്ക് വളരെ ഗംഭീരമായിട്ട് കുട്ടികളുടെ പ്രശ്നം തീർക്കാൻ കഴിയും എന്നതാണ് എന്റെ എക്സ്പീരിയൻസ്. ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നുകൂടി മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കും. അത് വിഷയ സംബന്ധമായിട്ട് തീർന്നിട്ടില്ലെങ്കിൽ നഖം കടിക്കണേന് നഖം കടിക്കുന്നതിനും സെയിം. അതില് എക്സ്ട്രാ ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത്, ക്വാളിറ്റി ടൈം. നല്ല സമയത്ത് അവനെ മാനക്കേടിലാക്കാതെ അവനോട് ചോദിക്കുക, ഈ വിഷയം, മോന്റെ ഈ വിഷയം പരിഹരിക്കണം എന്ന് തോന്നാറുണ്ട്, അതിന് ഉമ്മ എന്താ ചെയ്തു തരേണ്ടത്? മോനും ഇത് പരിഹരിക്കാൻ താല്പര്യമില്ലേ? എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കും. സ്വയം പരിഹാരം ചെയ്യരുത്, ഇത് മാത്രമേ ചെയ്യാവൂ. അതായത് തല്ലുക അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഉപദേശിക്കുക, ഒരു ഉപകാരം ഉണ്ടാവില്ല, കൂടും. അതുകൊണ്ട് ഉപദേശിക്കുന്നതിന് പകരം കൺവെർസേഷൻ, മുഹാവറ, അവരോട് ഒന്നിച്ചിരുന്നിട്ട് അവരൊരാളായി കണ്ടിട്ട് അവരെ കൂടെ ഇരുന്നിട്ട് അവരോട് സംസാരിച്ചു നോക്കുക. ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇത് തീർക്കാൻ എന്താ വേണ്ടത്, ഞാൻ എന്ത് സഹായം ചെയ്തു തരേണ്ടത് ചോദിക്കും. മക്കൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണ്, എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇതിന്റെ റെക്കോർഡ് കിട്ടുമെങ്കിൽ ആവർത്തിച്ച് കേട്ടാൽ മതി. ലോകത്ത് മടി എന്ന് പറയുന്ന പ്രശ്നമില്ല. മടി എന്ന് പറയുന്ന പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ അതെന്താണ്?
ഉള്ള മറ്റേതോ ഒരു പ്രശ്നത്തിന്റെ ലക്ഷണമാണ് മടി. അതുകൊണ്ട് മടിയല്ല തിരുത്തേണ്ടത്, പ്രശ്നത്തെയാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ ഉണ്ടായിട്ട് ശല്യമുണ്ട്, ഞാനിവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് എന്റെ ഇത് കാണുന്നത്, ഒരു ചെരുപ്പ് പുറത്ത് കാണുന്നത്. ആ ചെരുപ്പ് എടുത്തു മാറ്റിയാൽ ഞാൻ ഇല്ലാണ്ടാവോ? ഇല്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ലക്ഷണം എടുത്തു മാറ്റിയിട്ട് കാര്യമില്ല, പ്രശ്നത്തെയാണ് എടുത്തു മാറ്റി. പ്രശ്നം എന്താണെന്ന് പഠിക്കണം. ഞാൻ ചെറിയൊരു സംഭവം പറയാം. ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു കുട്ടിയെ കൊണ്ടുപോകും. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, വായിക്കുന്നില്ല, ഭയങ്കര മടി എന്ന് പറയും. അപ്പോ ഒരു വിശദമായി പറയേണ്ട ഒരു മാറ്ററാണ്, ഞാൻ ഷോർട്ട് ചെയ്ത് പറയാണ്. ഞാൻ രക്ഷിതാവിനോട് ഇത് പറഞ്ഞതിന് ശേഷം ആ കുട്ടിയെ ഇങ്ങനെ ഇരുത്തി വായിപ്പിച്ചു. ആ കുട്ടി വായിക്കുന്നില്ല. അപ്പൊ ഞാന് എന്റെ ഒരു ലാപ്ടോപ്പില് പ്രൊജക്ടറിലേക്ക് ഒരു കഥ ഇട്ടിട്ട് അത് വലിയ ചുമരിലേക്ക് ഡിസ്പ്ലേ ഇട്ടിട്ട് അടുത്തിരുത്തി വായിച്ചപ്പോ കുട്ടിയെ വായിച്ചു. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? കുട്ടിക്ക് കണ്ണിന് കാഴ്ചക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആ കുട്ടിയെ ഡോക്ടറെ അടുത്തേക്ക് അയക്കാൻ പറഞ്ഞയച്ചു ഈ രക്ഷിതാവിന്റെ കൂടെ. ഒരാഴ്ച കഴിഞ്ഞപ്പോ കണ്ണട വെച്ച് വന്നു, കുട്ടിയുടെ മടി മാറി. ഇതുപോലെ മടിക്ക് പല കാരണങ്ങൾ ഉണ്ടാകാം. ഇതൊന്നു മാത്രമാണ്, ഇത് മാത്രമേ കാരണമുള്ളൂ എന്ന് ചിന്തിക്കരുത്. വ്യത്യസ്തമായ പലതരം കാരണങ്ങൾ ഉണ്ടാകാം. ആ കാരണം കണ്ടെത്തി പരിഹരിക്കുകയേ ചെയ്യാവൂ. കുട്ടികൾക്ക് മടിയല്ല പ്രശ്നം, വേറെന്തോ ഒരു പ്രശ്നത്തിന്റെ ലക്ഷണമായിട്ട് മടി കാണുന്നതാണ്. അപ്പൊ ആ പ്രശ്നം കണ്ടെത്താൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളുന്നില്ല, കഴിയുന്ന ഒരാളെ സമീപിക്കുക എന്നുള്ളതാണ് അവിടുത്തെ നല്ല വഴി. നന്നായിട്ട് പഠിക്കുന്ന മോനായിരുന്നു. ഇപ്പോൾ അവന് പഠിക്കാൻ തീരെ താല്പര്യമില്ല, പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ കുട്ടിക്ക് നല്ലൊരു പ്രൊഫഷണൽ ഹെൽപ്പ് നൽകുക, എന്നാൽ ആ കുട്ടിക്ക് നല്ല മാറ്റം ഉണ്ടാകും. പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു കാരണം ഉണ്ടാവും അങ്ങനെ ആയതിന്, പിന്നിലൊരു കാരണം ഉണ്ടാവും. ആ കാരണം മനസ്സിലാക്കിയിട്ട് പരിഹരിച്ചു കൊടുത്താൽ കുട്ടി മാറും. പിന്നെ 11 വയസ്സായ മോനും 8 വയസ്സായ മോളും ആണ്. മോളോട് എപ്പോഴും ദേഷ്യമാണ്. നിങ്ങൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ശ്രദ്ധിക്കുക കുട്ടികളോട്, രണ്ടാളോട്. ക്വാളിറ്റി ടൈം ശ്രദ്ധിക്കുക. കൈ ഈമ്പുന്നതിന് എന്താ ചെയ്യേണ്ടത്? സെയിം. അതായത് നിരന്തരം ഉപദേശിക്കാതിരിക്കുക, നിരന്തരം തല്ലുവൊന്നും ചെയ്യേണ്ട. വല്ലപ്പോഴും ക്വാളിറ്റി ടൈം മാത്രം ഉപയോഗിക്കുക. ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് അത് പറയാം. ഫുള്ളായിട്ട് അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈഫ് എൻറിച്ച്മെന്റിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റും. നമ്മളെ ഹാപ്പി സോണിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ഇൻഷാല്ല ലിസാനിലും അത് സംഘടിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇൻഷാല്ല 7 വയസ്സുള്ള മോന് ഉറങ്ങുമ്പോൾ പല്ല് കടിക്കുന്നു, ചില ദിവസം നല്ലോണം കടിക്കുന്നു. എന്താ ചെയ്യേണ്ടത്? ഡോക്ടറെ കാണിക്കണം. കാര്യമായിട്ട് എല്ലാം ഫുൾ ചെക്കപ്പ് നടത്താൻ പറഞ്ഞാൽ ചെക്കപ്പിന് ഒരു മടിയും കാണിക്കരുത്. ചെക്കപ്പ് ഫുൾ നടത്തണം. എന്നിട്ട് ഫിസിക്കൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ കഴിയുന്നതും മെഡിസിൻ അല്ലാതെ ന്യൂട്രീഷൻസിലൂടെ കുട്ടിയുടെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുക, ആരോഗ്യം മെച്ചപ്പെടുത്തുക. രോഗത്തിന് ചികിത്സിക്കുന്ന മരുന്നിനേക്കാൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകും. 10 വയസ്സുള്ള വീട്ടിൽ മൂത്രമൊഴിക്കുന്നു, എന്താണ് പരിഹാരം? പറഞ്ഞല്ലോ. സ്റ്റാർ സിസ്റ്റം ലിങ്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർ സിസ്റ്റം നിങ്ങൾ ഈ ഇതിൽ വാട്സപ്പ് ചോദിച്ചാൽ മതി കേട്ടോ. അവർ കറക്റ്റ് നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരും, ഫ്രീ ആയിട്ട് സർവീസ് ഒക്കെ ചെയ്തു തരും. വളരെ സേവന സന്നദ്ധരായ ഒരു ടീമാണ് ഹാപ്പി സോൺ ടീം. മലപ്പുറത്തും തിരൂരും കുറ്റ്യാടിയിലും ഒക്കെ ഇപ്പോൾ സെന്ററുകളുണ്ട്. സെന്ററുകൾ ഇല്ലാതെ നിരവധി പേര് തികഞ്ഞ സർവീസ് മനസ്കതയോടെ, സേവന മനസ്കതയോടുകൂടെ പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന നിരവധി പണ്ഡിതന്മാരും അധ്യാപകരും ഒക്കെ ഉണ്ട്. രക്ഷിതാക്കളായിട്ടുള്ളവരും ഉണ്ട്. അൽഹംദുലില്ലാ എല്ലാവരും നന്നായിട്ട് ഈ വിഷയത്തിൽ സർവീസ് ചെയ്യാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് നിങ്ങൾക്കും അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് പഠിച്ചെടുത്ത് സ്വന്തവും മറ്റുള്ളവർക്കും ഒരു വിളക്കാകാൻ, വെളിച്ചമാകാൻ കഴിയും. അല്ലാഹു നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു നല്ല മനസ്സോടെ പ്രവർത്തിക്കാനും ഫലങ്ങൾ ഉണ്ടാക്കാനും തൗഫീഖ് നൽകട്ടെ. 11 മണിയായതുകൊണ്ട് നിർത്തുന്നു. കുട്ടി പഠിച്ചത് മറന്നു പോകുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ. അതിനെ ഒരു ഒറ്റ കാര്യം പറയാം. പിന്നെ പരീക്ഷയ്ക്ക് നിശ്ചിത സമയം മാത്രം പഠിക്കുക. അതായത് മൊത്തം അവൈലബിൾ ആയ സമയം എടുക്കുക. ആ സമയത്തില് പഠിക്കാൻ ഒരു സമയം, ആസ്വാദനത്തിന് അഥവാ ഫിസിക്കൽ മൂവ്മെന്റ് വേണം. ഒന്ന് ഓടാനോ കളിക്കാനോ ഒരു കുറച്ച് നിശ്ചിത സമയം. 2 മണിക്കൂറുള്ളത് 15 മിനിറ്റ് കളിക്കാൻ, 15 മിനിറ്റ് കളിക്കാൻ. പിന്നെ ഇത്ര സമയം ഇന്ന വിഷയം പഠിക്കാൻ, ഇത്ര വിഷയം ഇന്ന് പഠിക്കാൻ.
ആ പഠിക്കുമ്പോ തന്നെ പരീക്ഷ പഠിക്കുന്ന സ്ഥലത്ത് നല്ല വലുപ്പത്തിൽ നല്ല കളറിൽ ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. എക്സാം ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പരീക്ഷ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് എഴുതി വെക്കുക. അതൊരു 3 വട്ടം ഉറക്ക സന്തോഷത്തോടെ വായിക്കാൻ പറയാം. നിങ്ങൾ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് എത്തിച്ച പരീക്ഷയാണ്, 2-ന്ന് 3-ലേക്ക് അങ്ങനെ ഈ ക്ലാസ്സുകളിലേക്കെല്ലാം എത്തിച്ചത് പരീക്ഷയാണ്. പരീക്ഷ എപ്പോഴും എളുപ്പമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കാണാം. അതുകൊണ്ട് അത് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇനിയുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പലരും ചോദിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക. അള്ളാഹു നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള നല്ല സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് അല്ലീസാൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും പറയേണ്ടതും കേൾക്കേണ്ടതുമായ പേരാണ് ബഹുമാനപ്പെട്ട ടി ഉസ്താദിൻ്റെത്. ഒരു വിപ്ലവം തീർത്ത ഒരു സമുദ്ര സമാനനായ പണ്ഡിതൻ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ടി ഉസ്താദ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിലുപരി നേരെ പരിചയപ്പെടാനൊന്നും ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതേസമയം അൽഹംദുലില്ലാ അവിടുത്തെ ആ ഒരു നൂറിന്റെ ആ ഫലങ്ങൾ, അതിന്റെ പ്രതിഫലനങ്ങൾ ഒരുപാട് പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിത ചിട്ടകളിൽ വല്ലാത്തൊരു ചിട്ടയുള്ള മഹാനായിരുന്നു. അവിടുത്തെ അടുത്ത് പഠിച്ച എല്ലാവരിലും കാണാവുന്ന ചിട്ടകളാണ് എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക്, സൂറത്തു അലിഫ് ലാം മീം സജദ ഓതുക എന്നത്. അവരടുത്ത് പഠിച്ചവർക്ക് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും, ഞാൻ ഓർക്കാണ് ഒരു സക്കാഫി, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം. ഞങ്ങൾ രണ്ടാളും സംഘടനയ്ക്ക് വേണ്ടിയൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ആ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രതിസന്ധിയുള്ള ഘട്ടത്തില് അയാള് കഷ്ടപ്പെട്ട് ഇതെടുത്ത് വെച്ച് ഓതുന്നു. അപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര കണിശത കിട്ടിയത് എവിടെന്നാണ്? ഞാൻ ടി ഉസ്താദിന്റെ ദർസിൽ പഠിച്ചതാണ്. അപ്പൊ ആ ദർസിൽ നിന്ന് കിട്ടിയ ഒരു ചിട്ടയാണ്. ഇത്ര കാലം കഴിഞ്ഞിട്ടും അയാളെ ജീവിതത്തിൽ നിന്ന് ആരും വിട്ടുപോയിട്ടില്ല. അൽഹംദുലില്ലാ. അള്ളാഹു ഇത് ഒന്നു മാത്രം പറഞ്ഞതാണ്. ഈ സ്ഥാപന സമുച്ചയങ്ങൾ അതെല്ലാം ഉസ്താദവറുകളുടെ ഒരു വലിയ മഹത്വമാണ് വിളിച്ചു വരുന്നത്. അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ സന്തോഷമായിട്ട് നമ്മുടെ ഈ സദസ്സുകളൊക്കെ അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മഹാനവറുകളുടെ മദത് നമ്മുടെ സ്ഥാപനങ്ങൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മറ്റെല്ലാ ചലനങ്ങൾക്കും അള്ളാഹു മഹാനവറുകളുടെ മദതും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ്സ് നീ കബൂലാക്കണേ റഹ്മാൻ. ഇതിവിടെ സംഘടിപ്പിക്കാനും ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, ഇതിനുവേണ്ടി പല രീതിയിൽ മെനക്കെട്ടവരുണ്ട്, ഇത് പ്രചരിപ്പിച്ചവരുണ്ട്. എല്ലാവരിൽ നിന്നും നീ കബൂൽ ചെയ്യണേ റഹ്മാൻ. ഇത്രയും ദിവസം ഇവിടെ ക്ലാസ് എടുക്കുകയും അതുപോലെ ഇതിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അപാകതകളും നീ പുറത്തു തരണേ റഹ്മാനെ. ജീവിതം സന്തോഷത്തിലും ഈമാനിലും തഖ്വയിലും ആക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതാവശ്യങ്ങൾ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന സർവ്വ ജീവിതാവശ്യങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാഹ്. റബ്ബേ, നിന്റെ മഹാന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ മദത്, പ്രത്യേകിച്ച് അസ്ഹാബുൽ ബദറിന്റെ അനുസ്മരണം നടക്കുന്ന സമയമാണ്. അവരുടെയൊക്കെ മദത്, മഹാന്മാരുടെ മദത് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും നീ നൽകണേ റഹ്മാനെ. ഒരിടത്തും ഞങ്ങളെ പരാജയപ്പെടുത്തരുതേ റഹ്മാനെ. വിഷമത്തിലാക്കരുതേ അല്ലാഹ്, ദുരിതത്തിലാക്കരുതേ അല്ലാഹ്. ഞങ്ങൾക്ക് വല്ല പ്രതിസന്ധിയും തന്നിട്ടുണ്ടെങ്കിൽ അത് മറികടക്കാൻ ഞങ്ങൾക്ക് നീ അല്ലാത്തൊരു അഭയമില്ല റഹ്മാനെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാനിന്റെ ആ ആവേശം കൊണ്ട് ഞങ്ങൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്നു, നല്ലത് പറയാൻ ശ്രമിക്കുന്നു, നന്നാകാൻ ശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് നീ അല്ലാത്തൊരു അഭയമില്ല റഹ്മാനെ. ഞങ്ങൾക്ക് നന്നാകാൻ എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാഹ്. നീ സഹായിക്കണേ അല്ലാഹ്. നീ കൂട്ടാകണേ റഹ്മാനെ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. മക്കളെ വിഷയത്തിലൊക്കെ ഒന്ന് വഴിവെറ്റിപ്പോയാൽ, പറഞ്ഞതനുസരിക്കാതിരുന്നാൽ നോവ് തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിഷമവും ദുരിതവും തന്നെയാണ്. എത്ര കഴിവുറ്റവനാണെങ്കിലും മക്കളൊന്നും ദുഷിച്ചാൽ പതറിപ്പോകും. പടച്ചോനെ, ഞങ്ങളെയും മക്കളെയും എല്ലാവരെയും നല്ലവരാക്കി തരണേ റഹ്മാനെ. റഹ്മാനെ, ജീവിതം നീ നിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ആക്കി തരണേ. ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. صلى الله وسلم على سيدنا محمد آله وصحبه اجمعين. الحمد لله رب العالمين. അൽഹംദുലില്ലാ. നമ്മളെ ഹക്കീം ഉസ്താദിന്റെ 2ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ്.
മാഷാ അല്ലാഹ്. വീണ്ടും നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. വിവരങ്ങൾ കറക്റ്റ്. നാളെ നമ്മുടെ ക്ലാസ് ഉണ്ട്. നാളത്തെ ക്ലാസ് എടുക്കുന്ന ആളെ വിവരം ലിങ്കിലൂടെ അറിയിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.